പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തി സപാതു നഃ. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. ഗീതാശാസ്ത്രത്തിന്റെ സാരം മുഴുവനും ഈ ശ്ലോകത്തില് ഉൾക്കൊള്ളുന്നു. ഇതിനെ നല്ലവണ്ണം എടുത്ത് ഒന്ന് വിചാരം ചെയ്യേണ്ട ശ്ലോകമാണ്. പരമേശ്വരാത് പരതരം അന്യത് കാരണാന്തരം കിഞ്ചിത് ന അസ്തി ന വിദ്യത്തെ. ഭഗവാൻ എവിടെ, ഈശ്വരൻ എവിടെ എന്നാണ് ആദ്യ അന്വേഷണം. കൺക്ലൂഷൻ എന്താ? ഈശ്വരൻ അല്ലാത്തത് എവിടെ എന്നാണ്. ഈശ്വരൻ അല്ലാത്തത് എവിടെയാ ഉള്ളത്? ഈശ്വരനിൽ നിന്നും അന്യമായിട്ടുള്ള വസ്തു എന്താ ഉള്ളത്? പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. കിഞ്ചിത് അല്പം, അസ്ഥി എന്ന് വെച്ചാൽ ഉണ്ട്, നാസ്തി ഇല്ല. മത്തഹ എന്നിൽ നിന്നും, ഭഗവാനിൽ നിന്നും, ഈശ്വരനിൽ നിന്നും, അന്യത് ന കിഞ്ചിത് അസ്തി ധനഞ്ജയ, അന്യത് ഒന്നും തന്നെ ഇല്ല. ഇതിന്റെ വ്യാഖ്യാനാണ് ഇനി വരുന്ന ശ്ലോകമൊക്കെ. ഭാഗവതത്തിലെ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് പ്രഹ്ലാദ ചരിത്രം. പ്രഹ്ലാദനും ഹിരണ്യകശിപുവും ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത്. ഹിരണ്യകശിപു ചോദിക്കണു, അരേ ക്വാസവും ക്വാസവും സകല ജഗദാത്മാ ഹരി. എവിടെ ഹരി? എവിടെ ഹരി? എവിടെ ഭഗവാൻ? എവിടെ? പ്രഹ്ലാദൻ പറയണു, ഭഗവാൻ അല്ലാതെ ഒന്നുമില്ലല്ലോ, എല്ലാം ഭഗവാനാണ്, കാണുന്നതൊക്കെ ഭഗവാനാണ്. അച്ഛാ, നിങ്ങൾ തന്നെ ഭഗവാനാണ്. എടോ, തനിക്ക് ബലം എന്താണ് എന്ന് ചോദിക്കാണ്. അപ്പൊ പറയണു, എനിക്കല്ല, അങ്ങയ്ക്കും, അങ്ങയ്ക്ക് ഈ വാള് പിടിച്ച് ഉയർത്താൻ ബലം തരുന്നതും ഒക്കെ നാരായണനാണ്. ബലം മേ വൈകുണ്ഠം തവച ജഗതാം ചാപി സബലം സയേവ ത്രൈലോക്യം സകലം ഇതി ധീരോയമഗധീത്. സയേവ ത്രൈലോക്യം സകലം ധീരോയമഗധീത്. ധൈര്യം എന്താണ്? ഈ ജ്ഞാനമാണ് ധൈര്യം. ഈശ്വരനിൽ നിന്നും അന്യമായിട്ട് ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയാൻ ഒരു ധൈര്യം വേണമെന്നാണ്. ധൈര്യം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. അല്ലാതെ യുദ്ധം ചെയ്യുന്നതോ ശണ്ട കൂടുന്നതോ അതൊന്നുമല്ല ധൈര്യം. ധൈര്യം എന്ന് വെച്ചാൽ ആത്മാവിൽ, ജ്ഞാനത്തിൽ. ധീഷു രമന്തേ ഇതി ധീരാഹ. ധീഹി എന്ന് വെച്ചാൽ തന്നെ ജ്ഞാനം എന്നർത്ഥം. ജ്ഞാനത്തിൽ ആര് രമിക്കുന്നുവോ അവൻ ധീരൻ. ധൈര്യത്തിന്റെ ലക്ഷണം തന്നെ ജ്ഞാനം
തന്നെയാണ് ലക്ഷണം. അതാണ് പ്രഹ്ലാദനെ ധീരൻ എന്ന് പറയുന്നത്. ധീരോയം അഗതീത് മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം. അടുത്ത ശ്ലോകത്തിൽ അടുത്ത വരിയിൽ പറഞ്ഞു സർവമിതം. സർവം എന്ന് വെച്ചാൽ എന്തൊക്കെ കാണുന്നു അതൊക്കെ. സർവം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വ്യത്യാസം വന്നു. എല്ലാം എന്ന് പറയുമ്പോൾ തന്നെ അനേകം വസ്തുക്കൾ വന്നു. അനേകം വസ്തുക്കൾ കാണപ്പെടുന്നുണ്ടല്ലോ നമ്മളുടെ ഒരു സ്റ്റേറ്റില്. അനേകം വസ്തുക്കൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ എവിടെ നിൽക്കണു എന്നുവെച്ചാൽ ഒരു മാലയിലെ മുത്തുകളൊക്കെ തന്നെ ഒരേ ചരടിൽ നിൽക്കുന്ന പോലെ, ഒരേ ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്ന പോലെ എല്ലാ ജീവജാലങ്ങളും എല്ലാ ഭൂതങ്ങളും എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. മയി സൂത്രേ മണിഗണായിവ. സൂത്രത്തിൽ, സൂത്രം എന്ന് വെച്ചാൽ നൂല്, അതിലെ മണിഗണാഹ, മണിഗണങ്ങൾ എന്ന് വെച്ചാൽ മുത്തുകൾ. മുത്തുകളിലെ നൂലെന്ന വണ്ണം നിങ്ങളിൽ ഓരോരുത്തരിലും, എന്നിലും, നായിലും പൂച്ചയിലും, ഒരു ബാക്ടീരിയ മുതൽക്ക് ഒരു അമീബ മുതൽക്ക് ബ്രഹ്മാണ്ടത്തിലുള്ള ഏറ്റവും വലിയ പ്രാണിജാതം വരെ എല്ലാറ്റിന്റെ ഉള്ളിലും there is a single thread. മനീഷ പഞ്ചകത്തിൽ ആചാര്യസ്വാമി പറഞ്ഞു യാ തിര്യങ് നരദേവതാഭിഹി. തിര്യക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ പോണത് തിര്യക്ക്, ഹൊറിസോണ്ടൽ എന്നർത്ഥം. തിര്യക്ക് എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ. തലങ്ങനെ എന്ന് പറയും നമ്മൾ മലയാളത്തില്. തലങ്ങനെ വെലങ്ങനെ എന്ന് പറയും, പ്രയോഗിക്കാറുണ്ടോ ഇവിടെ? ഇവിടെ ഇപ്പൊ മലയാളികൾ കഷ്ടിയ തലങ്ങനെ വെലങ്ങനെ എന്ന് പറയും അല്ലേ? ഉണ്ടോ? എറണാകുളം ഭാഷയിൽ പ്രയോഗിക്കാറുണ്ടോ? നിങ്ങളുടെ പാലക്കാടുണ്ട്. ഇങ്ങനെയും ഇങ്ങനെയും എന്നാണ്. ഇങ്ങനെ ഇരിക്കുന്നതാണ് തിര്യക്ക് എന്ന് പറയണത്. തല, നെഞ്ച്, വയറ്, പൃഷ്ഠം എല്ലാം ഇങ്ങനെ ഹൊറിസോണ്ടലാണ്. തല മുകളിലും നെഞ്ച് ചുവട്ടിലും വയറ് ചുവട്ടിലും ഉപസ്ഥം ചുവട്ടിലും കാലു ചുവട്ടിലുമായിട്ട് നിൽക്കുന്നത് വെർട്ടിക്കലാണ്. യാ തിര്യങ് നര ദേവതാഭിഹി. തിര്യക്കുകളിലും മനുഷ്യരിലും ദേവതകളിലും അഹം ഇതി അന്തസ്ഫുടാ ഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹ വിഷയാഃ ഭാന്തി സ്വതോ ചേതനാ താം ഭാസ്യൈഃ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗി നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. യാ തിര്യങ് നര ദേവതാഭിഹി. തിര്യക്കുകളിലും മനുഷ്യരിലും ദേവതകളിലും എന്നുവെച്ചാൽ എല്ലാ കാറ്റഗറിയും പെടുത്തിയെന്നർത്ഥം. ജന്തുക്കളിലും, എല്ലാ ജന്തുക്കളും ദേവതകൾ അടക്കം എല്ലാറ്റിലും അഹം ഇതി അന്തസ്ഫുടാ ഗൃഹ്യത്തെ. ഈ ഒരേ ഒരു ത്രെഡ്, ഒരേ ഒരു ചരട്, ഒരേ ഒരു സൂത്രം എന്ന് പറഞ്ഞാലോ സൂത്രാത്മാ എന്ന് പറയണത് അഹം അഹം എന്ന ഈ അനുഭവമാണ്. അത് ഏതിൽ നോക്കിക്കോളൂ കാണാം. നിങ്ങൾക്ക് ഒരു ബാക്ടീരിയയിൽ നോക്കിയാലും കാണാം, ഒരു അമീബയിൽ നോക്കിയാലും കാണാം, ആനയിൽ നോക്കിയാലും കാണാം, തിമിംഗലത്തിൽ നോക്കിയാലും കാണാം, ദേവതകളിലും കാണാം. എല്ലാരിലും അഹമിതി അന്തസ്ഫുടാഗൃഹ്യത. ഹൃദയത്തിൽ സ്ഫുടമായി തെളിഞ്ഞ് വ്യക്തമായി ഏതൊന്ന് അപരോക്ഷമായി ഒരു വിധത്തിലുള്ള സന്ദേഹത്തിനും ഇടം കൊടുക്കാതെ. ദൈവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല, പക്ഷെ ഈ അഹം എല്ലാവർക്കും അറിയാം. ഞാൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും. ഞങ്ങൾ സമ്മതിക്കില്ല, വിശ്വസിക്കില്ല എന്നൊക്കെ പറയുമായിരിക്കും. അവനവനെ ആർക്കും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ.
സ്ഫുടമായിട്ട് നമുക്ക് ഒറ്റ അനുഭവമേ ഉള്ളൂ, ഞാനുണ്ട്. ഇതിനെയാണ് സൂത്രം എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. ഈ സൂത്രമാണ്. ബാക്കി എല്ലാവർക്കും ബോഡി, ശരീരം എല്ലാവരുടെയും വ്യത്യാസമാണ്. മനസ്സെല്ലാവരുടെയും വേറെ വേറെയാണ്. ബുദ്ധി എല്ലാവരുടെയും വേറെ വേറെയാണ്. പക്ഷെ ഈ സൂത്രാത്മാ, ഞാൻ എന്നുള്ള ഈ അനുഭവം, ഇതാണ് ചാവി, എല്ലാം തുറക്കാനുള്ള ചാവി. ഞാൻ എന്നുള്ള ഈ അനുഭവം സ്ഫുടാഗൃഹ്യത, എല്ലാവരുടെ ഉള്ളിലും. അതുമാത്രം സർവം എന്ന് പറയാം, എല്ലാറ്റിന്റെ ഉള്ളിലും. അതിനെ തൊട്ടാൽ എല്ലാറ്റിനെയും തൊട്ടു. ചരടിന്റെ ഒരു ഭാഗത്ത് തൊട്ടാൽ മാലയെ മുഴുവൻ തൊട്ടു എന്ന് നമ്മൾ പറഞ്ഞ പോലെ, ഈ നമ്മളുടെ ഉള്ളിലുള്ള അഹം, എന്റെ ഉള്ളിലുള്ള അഹം, ഈ ഞാൻ, എന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞാൽ, എന്നുവെച്ചാൽ ബുദ്ധി കൊണ്ട്, സൂക്ഷ്മ ബുദ്ധി കൊണ്ട് ഉന്മുഖമായിട്ട്, അതായത് അന്തർമുഖമായിട്ട് ഞാൻ എന്നുള്ള എന്റെ തന്നെ അനുഭവത്തിനെ ആരാഞ്ഞ് കേവലമായ ആ സത്ത, ഇരുപ്പ് മാത്രമായ കോൺഷ്യസ്നസ് മാത്രമായ, ഉണർവ് മാത്രമായ ആ അനുഭവത്തിനെ ബുദ്ധി കൊണ്ട്, ഇപ്പോ പുറമേ ഒരു വസ്തുവിനെ ബുദ്ധി എങ്ങനെ ചിന്തിക്കുന്നു, ബുദ്ധിക്ക് ചിന്തിക്കാനേ ഒക്കുള്ളൂ. നോക്കൂ, ബുദ്ധിക്ക് ഒരു വലിയ പവർ. ബുദ്ധിക്ക് ഹൈഡ്രജനെ ചിന്തിക്കാനേ ഒക്കുള്ളൂ, ബുദ്ധിക്ക് ഓക്സിജനെ ചിന്തിക്കാനേ ഒക്കുള്ളൂ, ബുദ്ധിക്ക് ഒരു ലഡ്ഡു ചിന്തിക്കാനേ ഒക്കുള്ളൂ, ഒരു നെയ്യപ്പം ഉണ്ടാക്കുന്ന വിധം ചിന്തിക്കാനേ ഒക്കുള്ളൂ. നെയ്യപ്പത്തിനെ ബുദ്ധിക്ക് തൊടാൻ ഒക്കില്ല, ലഡുവിനെ ബുദ്ധിക്ക് തൊടാൻ ഒക്കില്ല, ഹൈഡ്രജനെ ബുദ്ധിക്ക് തൊടാൻ പറ്റില്ല, ഓക്സിജനെ ബുദ്ധിക്ക് തൊടാൻ പറ്റില്ല. കണക്ക് ചെയ്യുമ്പോൾ ബുദ്ധിക്ക് അനലൈസ് ചെയ്ത് ആൻസർ പറയാം, ആ നമ്പർ ബുദ്ധിക്ക് തൊടാൻ പറ്റില്ല. പക്ഷേ ആത്മാവിനെ ബുദ്ധിക്ക് തൊടാൻ പറ്റും. ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. തൊടാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ബുദ്ധി ആത്മാവിൽ നിന്ന് അന്യമല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ വേവ് ദാറ്റ് അറൈസസ് ഫ്രം ദ സെൽഫ്. So it can subside back into the source. സ്വാത്മാനം ച യഥാവേത്തും സ്വാത്മബുദ്ധി പ്രവർത്തത്തെ സ്വാത്മാകാരാ തഥാ ഭൂത്വാ ന പൃഥക് പ്രതിഷ്ഠതി. ഈ ബുദ്ധി സ്വാത്മാനം ച യഥാവേത്തും, ഭഗവാൻ രമണഗീതയില് പറയണ ഒരു ശ്ലോകാണത്. സ്വാത്മാനം ച യഥാവേത്തും, ആത്മാവിനെ അറിയാനായി ബുദ്ധി ഉള്ളിലേക്ക് തിരിയുമ്പോ ആത്മാകാരാ തഥാ ഭൂത്വ, സ്വയം ആത്മാകാരമായിട്ട് നിൽക്കുന്നു എന്നാണ്. എന്നെ പൃഥക് പ്രതിഷ്ഠതി, അതിൽ നിന്നും അന്യമായിട്ട് ഒരു നോളജോടുകൂടെ അത് നിൽക്കാതെ വസ്തുവായിട്ട് തന്നെ നിൽക്കും. നമ്മള് ധ്യാനം എന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ വേദാന്ത വിചാരധ്യാനം അല്ലെങ്കിൽ നിധിധ്യാസനം എന്ന് പറയുമ്പോ ബുദ്ധി അന്തർമുഖമായി അഹം അഹം എന്ന അനുഭവത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങും. അതിന് വളരെ അടുത്തുള്ളതാണ്. ഇതിനെ ശങ്കരാചാര്യര് അതാണ് പറയുന്നത്, ഈ ബുദ്ധി സാക്ഷാത് അംബികയുടെ സ്വരൂപമാണ്, ആത്മാ ശിവനാണ്. അപ്പൊ ഈ ബുദ്ധിയെ ശിവന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണെന്നാണ്. ബുദ്ധികന്യാം പ്രദാസ്യേ. ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമികൾ പറയണു, ഞാൻ പരമേശ്വരന്, ശിവന് ഒരു ഫാദർ ഇൻ ലോ ആയിട്ട് തീരാം. എങ്ങനെയാ എന്നുവെച്ചാൽ ഈ ബുദ്ധികന്യകയെ ഞാൻ അങ്ങോട്ട് തരാം. ആ ബുദ്ധിയെ ആത്മാവിൽ ഇരുത്തുക, അർപ്പിക്കുക, സ്വസ്ഥം ചെയ്യുക, നിശ്ചലം ചെയ്യുക, അന്തർമുഖമായി തിരിഞ്ഞ്
തന്നിൽ തന്നെ തന്നെ ആരാഞ്ഞ് തന്നിൽ തന്നെ അടങ്ങുന്നതാണ്. അപ്പോ ഈ സൂത്രത്തിനെ നമ്മൾ തൊടും. ഒരു മാലയിലുള്ള നൂല് പോലെ എല്ലാവരുടെ ഉള്ളിലും കണക്ഷനുള്ള, അപ്പൊ മാത്രമേ നമ്മൾ വാസ്തവത്തിൽ യൂണിവേഴ്സൽ ആവുള്ളൂ. അപ്പൊ മാത്രമേ നമ്മള് എല്ലാവരുമായി തീരണുള്ളൂ. അപ്പോഴേ നമുക്ക് സമത്വം വരികയുള്ളൂ. ഒരിക്കലും ഫിസിക്കൽ പ്ലെയിനിൽ സമത്വം പറയാമെന്നല്ലാതെ വരികയില്ല. ബുദ്ധിയുടെ മണ്ഡലത്തിൽ സമത്വം വരില്ല. മനസ്സിന്റെ മണ്ഡലത്തിൽ നമ്മളൊക്കെ ഒന്നാവാനേ പറ്റില്ല. വെറുതെ ഒന്നൊന്നൊക്കെ വായു തുറന്ന് വിളമ്പാമെന്നല്ലാതെ ഒരിക്കലും ശരീരത്തിന്റെ കാര്യത്തിൽ, ബലത്തിലോ കഴിവിലോ പ്രവർത്തിക്കുന്ന കാര്യത്തിലോ ഒന്നിലും നമ്മളൊന്നും ഒന്നാവാനേ സാധിക്കില്ല. അതുകൊണ്ട് ഫിസിക്കലി സോഷ്യലിസോ ഒന്നും എഫക്റ്റീവ് ആവാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വേറെയാണ്. എല്ലാവരെയും ഒരേപോലെ നോക്കണം. ഒരാൾക്ക് വിശപ്പില്ല, അയാള് എത്ര ഉണ്ണുന്നു അത്ര തന്നെ വിശക്കുന്ന ആളും ഉണ്ണണം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ധാരാളം പണമുണ്ട്, അയാൾക്ക് പണം വേണ്ട. ഒരാൾക്ക് ദാരിദ്ര്യമാണ്, അയാൾക്ക് കൊടുക്കണം. എല്ലാവർക്കും സമം ചെയ്യാൻ പറ്റുമോ? ഫിസിക്കലി എല്ലാവരും വേറെയാണ്. ബലത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, എല്ലാത്തിലും വേറെയാണ്. മനസ്സിന്റെ കാര്യത്തിൽ വേറെയാണ്, ബുദ്ധിയുടെ ചിന്താശക്തിയിൽ വേറെയാണ്. പക്ഷേ ഉള്ളിലുള്ള ഈ ഡീപ്പസ്റ്റ് കോർ, വെൻ യു ടച്ച് ദ ഡീപ്പസ്റ്റ് കോർ ഓഫ് യുവർ ബീയിങ്, യു ബിക്കം വൺ വിത്ത് ഓൾ. ടിൽ ദെൻ യു ആർ സെപ്പറേറ്റ്. അവിടെ തൊട്ട് കഴിഞ്ഞാൽ സൂത്രത്തിനെ തൊട്ടു. അതാണ് ഇവിടെ ഭഗവാൻ. ആ സൂത്രത്തിനെ തൊട്ട് കഴിയുമ്പോൾ അറിയാം സൂത്രമേ ഉള്ളൂ എന്നാണ്. സൂത്രം മാത്രമാണ് സത്യം. അപ്പോഴാണ് മത്തഃ പരതരം ന അന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞവന് ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. സംസാരം എന്ന് പറയണതേ ഇല്ല. എവിടെ സംസാരം? ഭാഗവതത്തില് ബ്രഹ്മസ്തുതിയിൽ ഒരു ശ്ലോകമുണ്ട്. ഒരാള് സംസാര ദുഃഖം, വിഷമം, ദുഃഖിക്കുന്നു, കടലിൽ പെട്ട പോലെയാണെന്ന്. എക്സാമ്പിൾ എന്താന്ന് വെച്ചാൽ, ഒരു തോണിയെടുത്ത് കടലിൽ പോയി പകുതി കടലിൽ എത്തിയപ്പോഴാണ് കാണുന്നത് തോണി ഓട്ടയാണ്, ദ്വാരമാണ്, വെള്ളമൊക്കെ ഉള്ളിൽ കയറണം, മുങ്ങിപ്പോവും. അവസാനം തോണി വീണു, കടലിൽ വീണു, കരഞ്ഞു, നിലവിളിച്ചു. ആരെവിടുന്ന് വരും? ഒരിടത്തുനിന്നും ആരും വരാനില്ല. നോക്കുമ്പോ കര കാണാത്ത കടലാണ്. യുക്തി ചിന്തിച്ച് നോക്കിയാൽ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അങ്ങനെയാണ് ഈ സംസാരത്തിൽപ്പെട്ട ജീവൻ എന്ന് പറയുന്നത്. അവിടെ ഗുരു, സദ്ഗുരു മുമ്പില് വരികയാണ്. ഗുരു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കടല് വറ്റിക്കുകയോ ജീവനെ രക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല. അത്രേ. കടലിന് ജീവനെ രക്ഷിക്കുകയോ അല്ലെങ്കിൽ കടല് വറ്റിക്കുകയോ ഒന്നും ചെയ്തില്ല. കണ്ണില് ഒരു മഷി ഇട്ട് കൊടുത്തു എന്നാണ്. ഗുരുകൃപ അഞ്ജന പായോ മേരെ ബായി. ആ മഷി ഇട്ട് കൊടുത്തപ്പോ, ആ അഞ്ജനം എഴുതി കൊടുത്തപ്പോ ചുറ്റും നോക്കിയപ്പോ കടലേ കാണാനില്ല എന്നാണ്. ഏതേ തരന്തീഹ ഭവ അനൃതാംബുദ്ധി എന്നാണ്. അനൃതാംബുദ്ധി, കള്ളമായ കടൽ, കടലേ ഇല്ല അവിടെ. എപ്പോ ഈ സൂത്രത്തിനെ, ആത്മാവിനെ, തന്റെ സ്വരൂപത്തിനെ അറിയുന്നു, അപ്പൊ സംസാരം എന്നൊന്നില്ല. തത്വം അറിഞ്ഞവന് ആത്മാവിൽ നിന്ന് അന്യമായി സംസാരമോ ലോകമോ ഈശ്വരനോ മനുഷ്യനോ സ്ത്രീയോ പുരുഷനോ ഭാര്യയോ ഭർത്താവോ ബന്ധമോ ഗാർഹസ്ഥ്യമോ വാനപ്രസ്ഥമോ സന്യാസമോ ബ്രഹ്മചര്യമോ യാതൊന്നും ആത്മാവിൽ നിന്ന് അന്യമായി അനുഭവപ്പെടില്ല. മത്തഃ പരതരം ന അന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. ഒന്നും അന്യമല്ല. ഇത് ഇപ്പൊ പറയുമ്പോ കേൾക്കുന്ന നിങ്ങൾക്ക് അതൊരു പോയട്രി ആയിരിക്കും, ഒരു കവിതയായിരിക്കും. ആ കവിതയായിട്ട് തന്നെ ആസ്വദിച്ചോളാം, ആസ്വദിക്കുക. ആ ഒരു സ്റ്റേറ്റിനെ ഭാവന ചെയ്തെങ്കിൽ ആസ്വദിക്കുക. പക്ഷേ ഇത് നമ്മളുടെ ഉണ്മയാണ്, നമ്മളുടെ അസ്തിത്വത്തിന്റെ ഉണ്മയാണ്, നമ്മളുടെ ഇരുപ്പിന്റെ
സ്വരൂപമാണ്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വിചാരം ചെയ്ത് തെളിയും തോറും കാണാം, ഇതാണ് സത്യം, ഇതാണ് നമ്മളുടെ റിയൽ സ്റ്റേറ്റ്. ആ സൂത്രത്തിനെ തൊടണം. പക്ഷെ മണിയിൽ നിൽക്കുമ്പോ, മുത്തുകളിൽ നിൽക്കുമ്പോ ഭേദമുണ്ട്. ഭേദമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല, ഭേദമുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പ്രഹ്ലാദന് നാരദ മഹർഷി ഉപദേശിക്കുമ്പോ ധർമ്മവും ജ്ഞാനവും കൂടിയിട്ടാണ് ഉപദേശിച്ചത്. വ്യവഹാരത്തിൽ വരുമ്പോ ധർമ്മം, വ്യവഹാരത്തിൽ വരുമ്പോ നിങ്ങളുണ്ട്, ഞാനുണ്ട്, സ്ത്രീ പുരുഷനുണ്ട്, വേറെ വേറെ വീടുണ്ട്, വേറെ വേറെ അക്കൗണ്ട് ഉണ്ട്, വേറെ വേറെ കുടുംബമുണ്ട്. ഇതൊന്നും ഒന്നാവുകയില്ല. ഇവിടെ ഒന്നും അദ്വൈതം കൊണ്ടുവരാനേ പാടില്ല. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠൻ എല്ലാം ഉപദേശിച്ചു പറയുന്നു, ഭാവാദ്വൈതം സദാ കുര്യാത് ക്രിയാദ്വൈതം ന കർഹിച്ചിത്തെന്ന്. റിയലൈസേഷനിൽ അദ്വൈതം ഇരിക്കട്ടെ, വ്യവഹാരത്തിലല്ല എന്നാണ്. അനുഭവത്തിൽ അദ്വൈതം ഇരിക്കട്ടെ, വ്യവഹാരത്തിലല്ല. അനുഭൂതിയിലാണ് അദ്വൈതം. അദ്വൈതം കൊണ്ടുവന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും എന്റെ ബാങ്ക് അക്കൗണ്ടും ഒന്നാണെന്ന് പറയാനല്ല. ബാങ്ക് അക്കൗണ്ടും കുടുംബവും വ്യവഹാരവും ഒക്കെ തന്നെ അജ്ഞാനത്തിന്റെ സന്തതികളാണ്. അതിന്റെ നിയമവും അജ്ഞാനമാണ്. അവിടെ ജ്ഞാനത്തിന്റെ നിയമം ചെലവാവില്ല. ജ്ഞാനം അവ്യവഹാര്യമാണ്. അത് അനുഭൂതി മണ്ഡലത്തിൽ നിങ്ങളെ സ്വതന്ത്രമാക്കുക. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അൺകണ്ടീഷണലി ഇറ്റ് വിൽ മേക്ക് യു ഫ്രീ. പക്ഷേ വ്യവഹാരത്തിൽ ധർമ്മമാണ്. വ്യവഹാരത്തിൽ ധർമ്മം, ധർമ്മം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മം എങ്ങനെ ചെയ്യണമോ അങ്ങനെ ചെയ്യണം. അതൊക്കെ ജ്ഞാനം തെളിയും തോറും. ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുട്ട് റൂമിൽ എങ്ങനെ നടക്കണം ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ട് റൂമിൽ വെളിച്ചം വരും. വെളിച്ചം വരുമ്പോൾ നിങ്ങളെ തട്ടവും മുട്ടാതെ നടന്നോളും. അപ്പൊ ധർമ്മം നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ വ്യവഹാരത്തിലേക്ക് ഇത് കൊണ്ടുവരാം. മണി മാലയെ തന്നെ പിടിച്ചുകൊള്ള. എക്സാമ്പിൾ, മണിയുടെ തലത്തിൽ നിൽക്കുന്നവരെ ഭേദമുണ്ട്. ചരടിനെ തൊട്ട് കഴിഞ്ഞാൽ ഭേദമില്ല. നിങ്ങളുടെ ശരീരം എന്റെ ശരീരം നോക്കുമ്പോൾ ഒന്നാവുകയില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള സത്ത, എന്റെ ഉള്ളിലുള്ള സത്ത, ഇതിൽ ഐദർ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ആ ഉള്ളിലുള്ള സത്തയെ ബുദ്ധി കൊണ്ട് തെളിഞ്ഞ് കണ്ടാൽ ഭേദമേ ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇൻ എ മിസ്റ്റീരിയസ് വേ ഐ വിൽ ഓപ്പറേറ്റ് ഇൻ യു. അതുകൊണ്ടാണ് പറയണത്, ഒരു ജ്ഞാനി ജ്ഞാനം നേടുന്ന ക്ഷണത്തിൽ ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ്. ചരടിനെ എവിടെ തൊട്ടാലും മാലയിലുള്ള എല്ലാ മുത്തുകളും തൊടപ്പെടുന്നത് പോലെ എവിടെയെങ്കിലും ഒരാൾ ആത്മസാക്ഷാത്കാരം നേടിയാൽ ലോകത്തിന് മുഴുവൻ മംഗളാണ്. പക്ഷെ അത് പേപ്പറിൽ കൊടുക്കാവുന്ന രീതിയിൽ ഡെമോൺസ്ട്രേഷൻ ഒന്നും പറ്റില്ല. എങ്ങനെ മംഗളം ഉണ്ടായെന്നൊന്നും പറ്റില്ല. ഒരു കഥ തന്നെ ഉണ്ട്. ഒരു ഭക്തൻ, ഒരു സാധുവിന്റെ മുമ്പില് ഭഗവാൻ വന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അങ്ങക്ക് എന്തെങ്കിലുമൊക്കെ വരം തരണം. ഈ സാധു പറഞ്ഞു, എനിക്ക് വരമൊന്നും വേണ്ട. അല്ല, എന്തെങ്കിലും ചോദിച്ചേ ഒക്കെ ഉള്ളൂ. ഒരുപാട് നിർബന്ധം പിടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ നന്മകൾ ഉണ്ടാവട്ടെ. മഴ പെയ്തിട്ടില്ലെങ്കിൽ മഴ പെയ്യട്ടെ, ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം കിട്ടട്ടെ, രോഗമുള്ളവർക്ക് എന്തൊക്കെ അവർക്ക് നന്മയോ ഹിതമോ അതൊക്കെ നടക്കട്ടെ. പക്ഷെ ഇതൊക്കെ എന്നെ കാരണമാണ് നടക്കണതെന്ന് എനിക്കും അറിയാൻ പാടില്ല, അവർക്കും അറിയാൻ പാടില്ല എന്നാണ്. ഞാൻ കാരണമാണ് ഇത് സംഭവിക്കണത് എന്നുള്ളത് അവർക്ക് അറിയാൻ പാടില്ല. അവർക്ക് അറിഞ്ഞാൽ എന്നെ പുറകെ അവർ കൂടും. എനിക്കും അറിയാൻ പാടില്ല. എനിക്കറിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ അല്പം ഒരു സന്തോഷം ഉണ്ടാവും. ഞാൻ കാരണം, ഞാൻ ഇതിനൊരു ഹേതുവായിട്ട് തീർന്നു, ഞാൻ ഈ നന്മയൊക്കെ ചെയ്തു എന്ന് ചെറിയൊരു അഭിമാനം ഉണ്ടായേക്കാം. അതുകൊണ്ട് എനിക്കും അറിയാൻ പാടില്ല, അവർക്കും അറിയാൻ പറ്റില്ല. ഇതിപ്പോ കഥയായിട്ട് പറഞ്ഞു, ഇതാണ് ജ്ഞാനിയുടെ സ്ഥിതി. വാസ്തവത്തിൽ തന്നെ അദ്ദേഹത്തിനും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. പക്ഷെ നടക്കേണ്ടത് ശരിക്കും പ്രകൃതിയിലുള്ള ജീവികളെ പോലെ തന്നെ. ഇതൊന്നും വലിയ അത്ഭുതമില്ല. ഇപ്പൊ ഒരു പുഷ്പം വിരിഞ്ഞ് സുഗന്ധം പരത്തുന്നു, പുഷ്പത്തിനും അറിയില്ല അത് നമുക്ക് ബാക്കിയുള്ളവർക്ക് മണം കൊടുക്കണമെന്നു. നമ്മളും കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കണില്ല അല്ലേ? കാറ്റ് വീശണു, കാറ്റിനെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ?
സൂര്യൻ പ്രകാശിക്കുന്നു. സൂര്യനെ എത്ര കണ്ട് ആരാധിക്കുന്നുണ്ട്? സൂര്യ നമസ്കാരമൊക്കെ പലരും ചെയ്യണ്ട, അത് അവർക്ക് ആരോഗ്യത്തിനാണ്. സൂര്യനൊന്നുമല്ല നമസ്കരിക്കണത്. സൂര്യനോട് ആദരവൊന്നുമില്ല. ഒരാള് സൂര്യ നമസ്കാരം ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല അത്രേ. സൂര്യനോട് ദേഷ്യം വന്നു. അടുത്ത വീട്ടിലുള്ള ആൾ സൂര്യ നമസ്കാരം ചെയ്തിട്ട് പണം കിട്ടി, ഇയാൾക്ക് കിട്ടിയില്ല എന്നാണ്. തമിഴിലാണ് ഒരു കവിത ചൊല്ലും. സൂര്യന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു അത്രേ, അസലാത്ത് ചുപ്പൻ ഉങ്ക അപ്പനോ സൂര്യ. അസലാത്ത് സുബ്രഹ്മണ്യം എന്നാണ് പേര്. തൊട്ട വീട്ടില് അയാളെ ചുപ്പൻ എന്ന് വിളിക്കുകയാണ്. ആ ചുപ്പൻ നിനക്കെന്താ ബന്ധുവാണോ എന്നാണ്. എനിക്ക് മാത്രം കിട്ടില്ല, അയാൾക്ക് മാത്രം കൊടുത്തു. സൂര്യ നമസ്കാരം ചെയ്യുന്നത് സൂര്യന് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്നിനോടും നമുക്ക് ആദരവോ ഒന്നും വരണില്ലല്ലോ പ്രകൃതിയില്. പ്രകൃതിയിലുള്ള ഒരു ശക്തിയും അതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല, അല്ലേ? ഇത്രയൊക്കെ നമ്മള് നാട് നശിപ്പിച്ചാൽ തുലാവർഷം വരണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കണു. അതിന്റെ ധർമ്മം എത്ര കാലം ചെയ്യാൻ പറ്റുമോ പ്രകൃതി അത് നടത്തിക്കൊണ്ടിരിക്കണു. അൺകോൺഷ്യസ് ആയിട്ട് അതിന്റെ അഹന്തയില്ലാതെ അത് ചെയ്തുകൊണ്ടിരിക്കണു, അഭിമാനം ഇല്ലാതെ. ശരിക്കും ജീവൻ മുക്തൻ പ്രകൃതിയിലുള്ള ഒരു ഫോഴ്സ് മാത്രമാണ്. അങ്ങനെ തന്നെയാണ് ശ്രുതി പറയണതും. ഛാന്തോഗ്യ ഉപനിഷത്തില് അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശത എന്ന് പറഞ്ഞിട്ട് പറയണത്, എങ്ങനെ ഇടിമിന്നലോ, എങ്ങനെ മേഘമോ, എങ്ങനെ മഴയോ, എങ്ങനെ പ്രകൃതിയിലുള്ള പല ശക്തികളുമോ അതുപോലെയാണ് ജ്ഞാനി എന്നാണ്. എന്നുവെച്ചാൽ അയാൾക്ക് വ്യക്തിത്വം, അയാൾക്ക് അഭിമാനം പോയതോടുകൂടെ ഹി ബിക്കംസ് വൺ, ഹിസ് ബോഡി മൈൻഡ് ബിക്കംസ് വൺ വിത്ത് നേച്ചർ. അതിനു മുമ്പ് നാച്ചുറൽ നോക്കുമ്പോൾ നമുക്ക് പറയാം, നാച്ചുറൽ ആവാനേ പറ്റില്ല. ഈഗോ ഉള്ളവരെ യു ആർ നോട്ട് നാച്ചുറൽ. ആ സൂത്രത്തിനെ തൊട്ട് കഴിയുമ്പോ നമ്മള് പ്രകൃതിയുടെ അന്തരാത്മാവിനെ തൊട്ട് കഴിഞ്ഞു. പ്രകൃതി മുഴുവൻ നമ്മളുടെ ശരീരമായിട്ട് തീർന്നു കഴിഞ്ഞു. മത്തഃ പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണാഹ ഇവ. എന്നിൽ ഇതെല്ലാം പ്രോതം, പ്രോതം എന്ന് വെച്ചാൽ നിറഞ്ഞു നിൽക്കുന്നു ഒരു സൂത്രത്തിൽ മണിഗണം പോലെ. അടുത്ത ശ്ലോകം നോക്കാം. രസോഹം അപ്സു കൗന്തേയാം പ്രഭാസ്മി ശശി സൂര്യയോഃ പ്രണവഃ സർവവേദേഷു ശബ്ദഃ ഖേ പൗരുഷം നൃഷു. സർവഭൂതങ്ങളിലും വ്യാപിച്ചു നിൽക്കണമെന്ന് ഇനി ഓരോന്നായിട്ട് എടുത്ത് പറയാണ്. അപ്സു രസ. അപ്സു ആപഹ എന്ന് വെച്ചാൽ വെള്ളം. വെള്ളത്തില് രസരൂപനായിട്ട് ഞാൻ വർത്തിക്കുന്നു. ഇത് ഓരോന്നും പ്രത്യേകിച്ചും ശുദ്ധമായ പഞ്ചഭൂതങ്ങളിൽ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. എല്ലാത്തിലും ഭഗവാൻ ഉണ്ടെന്ന് പറയുമ്പോഴും ചിലയിടത്ത് വിഭൂതി സ്ഥാനങ്ങൾ എന്ന് പറയും. അതായത് ചിലയിടത്ത് അതിന്റെ മാനിഫെസ്റ്റേഷൻ കൂടുതലുണ്ടാവും. അപ്പൊ എവിടെ എവിടെ ജലം ശുദ്ധമായി കാണപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ ഈശ്വര സാന്നിധ്യം കൂടുതലാണ്, മാനിഫെസ്റ്റേഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് തീർത്ഥങ്ങളിലൊക്കെ ജലം പ്രധാനമാണ്. അതുകൊണ്ട് വെള്ളമുള്ള സ്ഥലത്ത് വെള്ളത്തിന്റെ മേലെ മലമൂത്ര വിസർജനാദികളൊന്നും ചെയ്യരുത് എന്നുള്ളത് വേദത്തിന്റെ അനുശാസനാണ്. നമ്മൾക്ക് നോക്കിയപ്പോ ക്ലോസറ്റൊക്കെ എങ്ങനെയാണ് അതൊന്നും പറയാൻ പറ്റില്ല. വെള്ളം കെട്ടി നിന്നിട്ട് വെള്ളത്തിന്റെ മേലെ മലമൂത്ര വിസർജനം ചെയ്യരുതെന്ന് അർത്ഥം. ആ വെള്ളത്തിനോട് അനാദരവ് കാണിക്കരുത്. പൊതുവെ വലിയ തടാകം, ജലാശയം ഒക്കെ ഉള്ള സ്ഥലത്ത് നാപ്സു മൂത്രപുരീഷം കുര്യാത് നിഷ്ഠീവേത്, അതിൽ തുപ്പരുത്, മലമൂത്ര വിസർജനം ചെയ്യരുത്. ഇത്രയൊക്കെ പരമശുദ്ധമായിട്ടാണ് നമ്മളുടെ പരമ്പര വന്നിരിക്കുന്നത്. നമുക്ക് ആ ആദരവൊക്കെ പോവാൻ കാരണം രണ്ടും കെട്ടാനായി. നമ്മള് ഇംഗ്ലീഷുകാരും അല്ല ഇന്ത്യക്കാരും അല്ല എന്നായ കാലം മുതൽക്കാണ് നമുക്ക് ഒന്നിനോട് ഒരു ആദരവും ഒരു ബഹുമാനവും ഭക്തിയും ഒന്നുമില്ലാതെ പോയത്. അല്ലാതെ ഇത് ഇന്ത്യൻ മൈൻഡ് അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നോക്കിയാൽ കാശിയിൽ പോയാൽ ഗംഗയിലേക്ക് ഡ്രെയിനേജ് എങ്ങനെ വന്ന് വീഴാണ്.
ഹനുമാൻ ഘാട്ടിൽ പോയാൽ വലിയൊരു വാട്ടർഫാൾസ് പോലെയാണ്. നമ്മള് അല്പം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തോന്നും ഏതോ ഒരു നദി ഗംഗയിൽ വന്ന് ചേരുകയാണെന്ന് തോന്നും. അത്രയും വലിയ ജലസഞ്ചയം, പട്ടണത്തിലുള്ള ഡ്രെയിനേജ് മുഴുവൻ അതിനകത്തേക്കാണ്. എന്താ? വി ആർ നോട്ട് കൺസേൺഡ്. അതാണ്. എല്ലാ നദികളും നശിപ്പിച്ചു, എല്ലാ നദികളും വറ്റിപ്പോയി. എന്താ? ഗീതയിൽ രസോഹമപ്സു കൗന്തേയ എന്നുള്ളത് മനുഷ്യ മനസ്സുകളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ സിനിമാക്കാരും സിനിമകളോടുമുള്ള ആ ഭക്തിയെങ്കിലും ആളുകൾക്ക് ഗീതയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ. എല്ലാവർക്കും സിനിമാക്കാരാണ് ദൈവം, സിനിമയും ടിവിയുമാണ് ആദർശം, അതിൽ കാണിക്കുന്നതാണ് ഉണ്മ, അതിൽ പറയണതാണ് എല്ലാം കാര്യം. അത്രയെങ്കിലുമൊക്കെ ഒരു ഭക്തി ബഹുമാനം നമുക്ക് ഈ ഭഗവത്ഗീതയോട് ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ ആശയമൊക്കെ മനുഷ്യ മനസ്സുകളിൽ ഒരു ഭക്തിയുടെ രൂപത്തിൽ, ഭാവത്തിന്റെ രൂപത്തിൽ, യുക്തിയുടെ രൂപത്തിലല്ല. യുക്തി കൊണ്ട് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. യുക്തി കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അറിയും, അത് കഴിഞ്ഞ് നന്നായിട്ട് മനസ്സിലായിരുന്നു. ഭാവമില്ലല്ലോ. ആ ഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ രസോഹമപ്സു കൗന്തയ, ജലം എടുക്കുമ്പോ ഭഗവാനാണെന്ന് തോന്നണം, തീർത്ഥമാണ്. ഇവിടെ മാത്രമല്ല, ജലവും അധ്യാത്മവും തമ്മിലുള്ള ബന്ധം ഭാരതത്തിൽ മാത്രമല്ല, യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ബാപ്റ്റിസ്റ്റ് ജോൺ വെള്ളം എടുത്തുകൊണ്ടൊക്കെയാണ് അദ്ദേഹം. നമ്മൾ മാത്രമൊന്നുമില്ല അവിടെ സന്ധ്യാവന്ദനാദികൾക്ക് ആചമനമോ അർഘ്യപ്രദാനമോ ഒക്കെ ചെയ്യുന്നത്. ഈ സംസ്കാരം ലോകം മുഴുവൻ പരന്നിരുന്നു. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് അദ്ദേഹം വെള്ളം എടുത്തിട്ടാണ് ബാപ്റ്റൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ക്രിസ്ത്യാനികളൊക്കെ ചെയ്യണ്ടല്ലോ, ആ സമ്പ്രദായം ഉണ്ട് അവരുടെ നടുവിലും. അദ്ദേഹം എന്നിട്ടാണ് പറയണത്, ഐ ബാപ്റ്റൈസ് യു വിത്ത് വാട്ടർ ആൻഡ് ഹീ ഹൂ വിൽ ബാപ്റ്റൈസ് യു വിത്ത് സ്പിരിറ്റ് ഈസ് കമ്മിങ്. അപ്പൊ ജലത്തിനോടുള്ള ദിവ്യത്വം അവർക്കുണ്ടായിരുന്നു, ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ലോകം മുഴുവനും ഒരു സംസ്കാരമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇപ്പോഴാണ് ഇത് അത് എന്നൊക്കെ പറഞ്ഞ് പിരിച്ചിരിക്കുന്നത്. എത്ര വിശ്വം ഭവത്യേകനീടം. മനു പറയണത് നമ്മൾ സ്വീകരിക്കാമെങ്കിൽ, മനു എന്ന് പറഞ്ഞാൽ തന്നെ മലയാളികൾക്ക് വെറുപ്പാണ്, എന്തെങ്കിലും ധരിച്ചു വെക്കുകയാണ് ബുദ്ധിയില്. മനുസ്മൃതിയിൽ മനു പറയണത് ലോകം മുഴുവനുള്ള ആളുകള് ഈ ദേശത്തിൽ വന്ന് ഈ സംസ്കാരം സ്വീകരിച്ചു കൊണ്ടുപോയി എന്നാണ്. അസ്മദ്ദേശപ്രസൂതസ്യ സകാശാദഗ്രജന്മനഃ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവാഹ. ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉള്ളവരിവിടെ വന്ന് ഈ സംസ്കാരം എടുത്തോണ്ട് പോയിട്ടുണ്ട് എന്ന് ഇപ്പോഴും നടക്കണ്ട. അപ്പോ രസോഹമപ്സു കൗന്തേയ, ജലത്തിൽ അതിന്റെ ജലത്വം, അതിന്റെ സാപ്പിഡിറ്റി, അതിന്റെ വാട്ടർനെസ്, എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ. ജലം ജലമായിട്ടിരിക്കാൻ ശക്തി നൽകുന്ന അതിന്റെ സ്വഭാവ വിശേഷം നാരായണനാണ്, ഭഗവാനാണ്. അതുകൊണ്ടാണ് ജലമെടുത്ത് പ്രോക്ഷണം ചെയ്യുന്നതും വലിച്ച് ശുദ്ധാക്കും. രസോഹമപ്സു കൗന്തേയ, ആ ജലം കുടിക്കുമ്പോ ഔഷധം, ജലം മാത്രം മതി എന്നാണ് ആയുർവേദക്കാർ പറയണത്. ശരിക്കും വൈദ്യന് തപസ്സുണ്ടെങ്കിൽ ഒരു ഉദ്ധരണി ജലം കൊടുത്താൽ മാറാത്ത സൂക്കേടൊന്നുമില്ല എന്നാണ്. നമുക്ക് വിശ്വാസമാവുമോ? ഒരു ഉദ്ധരണി ജലം കൊടുത്താൽ മാറാത്ത സൂക്കേടൊന്നുമില്ല എന്നാണ്. ആയുർവേദത്തിൽ ഇങ്ങനത്തെ പല സമ്പ്രദായമുണ്ട്. ചില രോഗത്തിന് മരുന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കണ്ടവേര് പറിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ട്. അത്രേ അന്ന് പറഞ്ഞ പോലെ, അന്ന് തമാശായിട്ടാണ് ആ ശ്ലോകം പറഞ്ഞതെങ്കിലും കണ്ടവേര് പറിക്കാന്ന് വെച്ചാൽ മന്ത്രം ജപിച്ച് ഈ രോഗം മാറണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് വരും എന്നാണ്. അപ്പൊ ജലത്തിൽ ഭഗവത് സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ജലം മതി. ആപഃ പുനന്തു പൃഥിവീം പൃഥിവീ പൂതാ പുനാതു മാം പുനന്തു ബ്രഹ്മണസ്പതി ബ്രഹ്മപൂതാ പുനാതു മാം യദുച്ഛിഷ്ടമഭോജ്യമദ്വാ ദുശ്ചരിതം മമ സർവം പുനന്തു മാം ആപോ അസതാം ച പ്രതിഗ്രഹ ഗസ്വാഹ. ദിവസവും മാധ്യാന്യത്തിന് ബ്രാഹ്മണർ ചൊല്ലുന്ന മന്ത്രാണത്. കയ്യിൽ ജലം എടുത്തിട്ട്
ഈ ജലം എന്നെ ശുദ്ധമാക്കട്ടെ, ഭൂമിയെ ശുദ്ധമാക്കുന്ന ജലം ഭൂമിയെ ശുദ്ധമാക്കട്ടെ, ഭൂമി എന്നെ ശുദ്ധമാക്കട്ടെ. ഞാൻ എന്തൊക്കെ തന്നെ കഴിച്ച ഭക്ഷണം വയറ്റിൽ പോയി കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ അതൊക്കെ ഈ ഒരു ഉദ്ധരണി ജലം കൊണ്ട് ശരിതമാവട്ടെ എന്നാണ്. അതും ഒരു കടുകുമണിയുടെ അത്രയും ജലം എടുക്കാൻ പാടുള്ളൂ എന്നാണ്, ധാരാളമൊന്നും എടുക്കാൻ പാടില്ല, അത്ര ശ്രദ്ധയും വേണം. ഇറ്റ് ക്യാൻ ബിക്കം എന്താ പറയാ, ഗുഡ് കണ്ടക്ടറോ എന്താ പറയാ, ഒരു വാഹിനിയായിട്ട് തീരാൻ പറ്റും എന്നാണ്. മനസ്സിനെ ആഗിരണം ചെയ്യാനുള്ള ശക്തി ജലത്തിനുണ്ട് എന്നൊക്കെ ഇപ്പോ പുതിയ പുതിയ റിസർച്ചൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്ത് നമ്മൾ പറയുന്നത് പിതൃക്കളുടെ സാന്നിധ്യം ജലത്തിലുണ്ടെന്ന്. അതുകൊണ്ട് മണിമന്ത്ര ഔഷധ ന്യായേന എന്തെങ്കിലും സൂക്കേടിനോ ഭ്രാന്ത്, തലയ്ക്ക് ഭ്രാന്തൊക്കെ വരുമ്പോഴൊക്കെയോ അല്ലെങ്കിൽ ചില മാനസിക രോഗത്തിനൊക്കെ പല മഹാത്മാക്കളും വിധിച്ചു കണ്ടിട്ടുണ്ട്. ഒരു ചൊമ്പ് ജലം മുമ്പിൽ വെച്ചിട്ട് രുദ്രമോ അല്ലെങ്കിൽ അന്ന് ആ ആചാര്യൻ എന്താ വിധിക്കണമെന്ന് വെച്ചാൽ അത് ആ വിധിച്ച രീതിയിൽ ഇത്രയും ദിവസം ജപിക്കുക ആ ജലത്തിൽ, എന്നിട്ട് ആ ജലം തലയിൽ ഒഴിക്കുക. മുമ്പിൽ വെച്ചാൽ മതി, തൊടുകിട ഒന്നും വേണ്ട എന്നാണ്. തൊടുവൊന്നും വേണ്ട, മുമ്പിൽ ജലം വെച്ചാൽ മതി, ജലം പിടിച്ചോളൂ എന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഹൈഡ്രജൻ ഓക്സിജൻ ആണ്, ഒരു പേര് വെച്ചു കഴിഞ്ഞാൽ അത് ജീവനില്ലാത്തൊരു സാധനമാണെന്ന് ധരിക്കുകയാണ്. എല്ലാത്തിനും എല്ലാമുമായി എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനകത്ത് ഭഗവാനുണ്ട്, ഭഗവാൻ ഇല്ലാത്ത സ്ഥലം ഒന്നുമില്ല. അത് പ്രഹ്ലാദൻ അറിഞ്ഞു. പ്രഹ്ലാദ ചരിത്രം എങ്ങനെ നടന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ പ്രഹ്ലാദന്റെ കഥ നോക്കുമ്പോ ജലത്തിൽ നാരായണനുണ്ട് എന്ന് അറിയുന്ന പ്രഹ്ലാദനെ സമുദ്രം ഒന്നും ചെയ്യുന്നില്ല. മലയിൽ നാരായണനുണ്ട് എന്ന് അറിഞ്ഞ പ്രഹ്ലാദനെ മലയൊന്നും ചെയ്യണില്ല. സിംഹത്തിൽ നാരായണനുണ്ടെന്ന് അറിഞ്ഞ പ്രഹ്ലാദനെ സിംഹം ഒന്നും ചെയ്യുന്നില്ല. പാമ്പിൽ നാരായണനുണ്ടെന്ന് അറിഞ്ഞ പ്രഹ്ലാദനെ പാമ്പ് ഉപദ്രവിക്കുന്നില്ല. അത് അതിന്റെ ഏറ്റവും ബലവത്തരമായിട്ടുള്ള സ്ഥിതിയാണ്. ആ ഭക്തി, ആ അനുഭവം വളരെ വ്യക്തമായിട്ട് നാരായണനാണെന്ന് തോന്നിയ നാരായണനാണ്. അതിനുള്ള ധ്യാനം നമുക്കില്ലല്ലോ, നമുക്ക് അജ്ഞാനം ബലമായിട്ട് ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോ രസോഹം അപ്സു കൗന്തേയ, ജലത്തിൽ ഞാൻ രസരൂപനായിട്ട് ഇരിക്കുന്നു, അതിന്റെ രുചിരൂപനായിട്ട്, അതിന്റെ ടേസ്റ്റ് രൂപനായിട്ട് ഞാൻ ജലത്തിൽ ഇരിക്കുന്നു. പ്രഭാസ്മി ശശി സൂര്യയോ, ചന്ദ്രനിൽ ചന്ദ്രന്റെ പ്രഭ, സൂര്യന്റെ പ്രഭ എന്റെ സാന്നിധ്യമാണെന്നാണ്. ഇതൊക്കെ തന്നെ വിഭൂതികളാണ്. വിഭൂതികളായിട്ട് എടുക്കുമ്പോൾ സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ. അപ്പോ നമ്മൾ എന്ത് വേണം? ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജപം ചെയ്ത് സൂര്യൻ ഉദിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണം. ആ ദിവ്യത്വത്തിന്റെ തിരി എഴുന്നള്ളത്താണത്. രാവിലെ വരുന്ന വലിയൊരു ആവിർഭാവമാണ്. കിഴക്ക് ഭാഗത്ത് പലർക്കും സൂര്യൻ എവിടെയാ ഉദിക്കണമെന്നേ അറിയില്ല. ചോദിച്ചാൽ നടുവിൽ പൊട്ടി വരണമെന്നാണ് പലരുടെയും ധാരണ. കിഴക്ക് കണ്ടിട്ടില്ല. സുവർണവർണ്ണത്തിലെ ഹിരണ്യവർണ്ണാഹം സുവർണ ജ്യോതിഹി. ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആദിത്യനെ കണ്ടുകൊണ്ടാണ് ഗായത്രി ജപമൊക്കെ. പ്രഭാതത്തിൽ ഏറ്റവും മംഗളം സുഭദ്രമായ ദർശനമാണ്. ആളുകള് വിഷ്ണുവിനെ കാണണം, ശിവനെ കാണണം എന്നൊക്കെ പറയണു. ഇനി ഒരു പക്ഷേ ആളുകൾ ആരെങ്കിലുമൊക്കെ ഞാൻ ധ്യാനിച്ചു ശിവനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ ആളാണെന്ന് വിചാരിക്കും. നോക്കൂ, ഒരു ശിവനും വിഷ്ണുവും ഒക്കെ എത്ര തേജോമയമായി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുമോ അത്രയും തേജോമയമായിട്ടാണ് ഈ അർക്കബിംബം മുമ്പിൽ വരുന്നത് രാവിലെ. അത് കണ്ടിട്ട് നമുക്ക് ഭഗവാൻ തോന്നണില്ല. നിങ്ങൾ എന്തൊക്കെ തന്നെ ധ്യാനിച്ചുറപ്പിച്ചാലും ഇത്രയും തേജോമയമായി നിങ്ങളുടെ മുമ്പിലൊന്നും വരാൻ പോണില്ല. അത്രയും തേജോമയമായി ദിവസവും കിഴക്ക് ഭാഗത്ത് ഒരു ദിവ്യപ്രതിഭാസം നടന്നുകൊണ്ടേയിരിക്കണു നമ്മൾ കാണണ്ട. ചൂട് വയർപ്പ് ഭയങ്കര ചൂട് എന്നൊക്കെ പറയേണ്ടതെന്നല്ലാതെ രാവിലെ അതിദിവ്യമായി മുമ്പിൽ വരുന്ന ആ ഉദിച്ചുയരുന്ന സൂര്യബിംബത്തിന് ഭഗവാന്റെ സ്വരൂപമാണ്. വിഭൂതിയാണ്. ചന്ദ്രൻ പ്രത്യേകിച്ചും പൗർണമി ദിവസം
പൗർണമിക്ക് രാത്രി ആ ചന്ദ്രനെ പ്രകാശമാനമായ വെള്ളി നിറത്തില് പരവതാനി വിരിച്ച പോലെ ആ ചന്ദ്രിക പരന്ന് കിടക്കുന്നത് ടെറസിന്റെ മേലെയൊക്കെ പോയി നിന്ന് നോക്കുക. ഭഗവാൻ പറയണത് ആ ചന്ദ്ര കിരണം, ആ ജ്യോത്സ്ന അതെന്റെ ലൈറ്റാണെന്നാണ്. ഇതൊക്കെ ഭഗവത് വിഭൂതിയാണെന്ന് അറിഞ്ഞിട്ട് നോക്കുമ്പോ ഈച്ച് ആൻഡ് എവറിത്തിങ് gives you spiritual experience. ഗീത പഠിച്ചിട്ട് ഇനിയിപ്പോ നിങ്ങൾ പൗർണമി ചന്ദ്രനെ കണ്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ഗീതയെ പഠിച്ചിട്ടില്ല എന്നാണ്. പൗർണമിക്ക് ചന്ദ്രനെ നോക്കിക്കൊണ്ട് ജപം ചെയ്യണമെന്നൊക്കെ നിയമമുണ്ട്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർ പലർക്കും പൗർണമി ദിവസം ചന്ദ്രനെ നോക്കിയാണ് രാകാചന്ദ്ര സമാനകാന്തി വദന. അംബികയുടെ സ്വരൂപമാണത് എന്നാണ്. എന്നുവെച്ചാൽ അംബികയുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അംബികയെ അതിൽ ഭാവന ഒന്നും ചെയ്യേണ്ട, അത് തന്നെ അവളുടെ സ്വരൂപമാണ്. ആ രജതമായ ആ വെളിച്ചം മനസ്സിന് കുളിർമ തരും, ശാന്തി വരും. മരുന്നുകളൊക്കെ പെട്ടെന്ന് എഫക്റ്റീവാകും. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോ ഇനിയിപ്പോ അതന്നെ ചിന്തിക്കും, ഗുളികയായിട്ടേ ഇരിക്കുള്ളൂ, ഭഗവാനെ കാണില്ല. പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവസർവവേദേഷു. വേദങ്ങളിലൊക്കെ തന്നെ പ്രണവം ഞാനാണ്. പ്രണവമാണ് വേദം. പ്രണവം എന്ന് വെച്ചാൽ അതിന്റെ വ്യാഹൃത രൂപമാണ് ഓം എന്നുള്ളത്. അവ്യാഹൃതമായ പ്രണവം ശബ്ദത്തിന്റെ മൂലരൂപമാണ്. ശബ്ദബ്രഹ്മം എന്ന് നമ്മൾ പറയണ അവ്യാഹൃത പ്രണവം ശബ്ദത്തിന്റെ മൂലരൂപമാണ്. അത് ഇന്നതെന്ന് പറയാൻ ഒക്കെയില്ല. നാദബ്രഹ്മം എന്ന് നമ്മൾ പറഞ്ഞു. ശബ്ദബ്രഹ്മ പരം ബ്രഹ്മ മമോഭേ ശാശ്വതി തനൂഹു. ശബ്ദബ്രഹ്മം. ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ ദുർബോധം എന്ന് പറയണു. ഈ ശബ്ദബ്രഹ്മത്തിനെ ചെന്ന് തൊടുക വളരെ അപൂർവമാണ്. അതിനെ തൊട്ടവനാണ് ഋഷി. ശബ്ദബ്രഹ്മത്തിനെ അകമേ ആര് തൊട്ടിരിക്കുന്നു അവന്റെ വാക്കിന് ബലം ഉണ്ടാവും, ശബ്ദത്തിന് ബലം ഉണ്ടാവും, എല്ലാത്തിനും ഒരു ഹീലിംഗ് പവർ ഉണ്ടാവും. ഈ ശബ്ദബ്രഹ്മം, അതിനാണ് ഇവിടെ പ്രണവം. പ്രണവം എന്ന് പറഞ്ഞാൽ ഓരോരിക്കലും അത് പുതിയതായിരിക്കും എന്നാണ്. അതാണ് അലൗകികമായ കൃതികളിലൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഋഷികളും ഉപയോഗിക്കുന്നത്. ത്യാഗരാജസ്വാമികൾക്ക് ശേഷവും അനേകം പേര് കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മുത്തുസ്വാമി ദീക്ഷിതർക്ക് ശേഷവും വരുന്നുണ്ട്. ഈ ത്രിമൂർത്തികളുടെ കൃതികളുടെ ബലം അവരെന്തെങ്കിലും എഴുതി ഉണ്ടാക്കുകയല്ല. ഈ രാഗരാഗിണികളൊക്കെ തന്നെ ഏതൊരു സോഴ്സില് അടകെട്ടിക്കിടക്കണോ ആ സോഴ്സിനെ ഞാൻ എന്ന് തൊട്ടവരാണവര്. അത് തൊട്ട് കഴിയുമ്പോ അവരുടെ വാക്കുകളിൽ മുഴുവൻ അതിന്റെ അംശം വന്ന് നിൽക്കുകയാണ്. അത് ഇന്നത് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഇൻഎക്സ്പ്ലിക്കബിൾ ആണ്. ഇത് ബൈബിൾ ഓൾഡ് ടെസ്റ്റമെന്റിലോ മറ്റോ തന്നെ ഒരു അവരുടെ ഒരു ഇതുണ്ട്. ലോഗോസ് എന്നാണ് അത് വാക്ക്. അത് ഇംഗ്ലീഷിൽ വന്നപ്പോ വേർഡ് എന്നായി. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. വ്യാഖ്യാനിക്കേ വേണ്ട. ആരംഭത്തിൽ ശബ്ദം മാത്രമായിരുന്നു, ശബ്ദം ഈശ്വരന്റെ അടുക്കലായിരുന്നു, ശബ്ദം തന്നെ ഈശ്വരനായിരുന്നു എന്നാണ്. ആദിശബ്ദം അത് തന്നെ വേദമാണ്. ഏകവേദസ്യ അവിജ്ഞാനാദ് വേദാസ്തേ ബഹവോ ഭവൻ. സനത്സുജാതീയത്തില് വരുന്ന ഒരു ശ്ലോകമാണ്. വേദത്തിന്റെ മൂലസ്വരൂപത്തിനെ അറിയാത്തത് കൊണ്ടാണ് ഇത്രയൊക്കെ പഠിക്കേണ്ടി വരുന്നത് എന്നാണ്. അതിനെ തൊട്ടുകഴിഞ്ഞാൽ അവൻ പറയണതൊക്കെ വേദമായി തീർന്നു. ശബ്ദഹാഖ്യേ പ്രണവ സർവവേദേഷു. പ്രണവം സർവവേദങ്ങളുടെ എസൻസാണ്.
അതിന്റെ വ്യാഹൃത രൂപം, ആ ശരിക്കുള്ള പ്രണവത്തിനെ ഇപ്പൊ ഒരാൾക്കൊരു പേര് പറഞ്ഞു വിളിക്കില്ലേ നമ്മള്, അതേപോലെ ഉണ്മയായ സത്തയുടെ വ്യാഹൃത രൂപമാണ് ഓം എന്ന് പറയുന്നത്. ശബ്ദ കെ, ആകാശത്തിൽ ശബ്ദം, ശബ്ദഗുണകമാണ് ആകാശം. ആകാശം ശബ്ദഗുണകമാണ്. എന്നുവെച്ചാൽ ശബ്ദം ആകാശത്തിന്റെ സ്വരൂപമാണ്. ഭൂമിയുടെ സ്വരൂപം മണം, ജലത്തിന്റെ സ്വരൂപം ടേസ്റ്റ്, അഗ്നിയുടെ സ്വരൂപം ദൃശ്യരൂപം, വായുവിന്റെ സ്വരൂപം സ്പർശം, ആകാശത്തിന്റെ സ്വരൂപം ശബ്ദം. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ. അതിൽ ആകാശത്തിൽ ശബ്ദമായിട്ട് ഇരിക്കുന്നത് ഞാനാണ്. ശബ്ദഖേ പൗരുഷം നൃഷു. മനുഷ്യരിൽ പൗരുഷം, അവരുടെ ഇച്ഛാശക്തി, വിൽ പവർ, എന്തും സാധിക്കാനുള്ള പവർ, അത് എന്റെ സ്വരൂപമാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. ആദ്യത്തെ മൂവ്മെന്റാണ് ഇച്ഛാശക്തി. പിന്നെ അത് അറിയപ്പെടുന്നു. പരാപശ്യന്തി മധ്യമാ വൈഖരി. ആദ്യം ഇച്ഛാശക്തി ഒരു ചെറിയ ചലനം, പിന്നെ അത് അറിയപ്പെടുന്നു, പിന്നെ ക്രിയയാവുന്നു. ഇത് മൂന്നും കൂടി ചേർന്നതാണ് പൗരുഷം. ഇതുണ്ടെങ്കിലേ ഒരാൾക്ക് എന്തും സാധിക്കാൻ പറ്റുള്ളൂ. ആളുകൾ ചോദിക്കും, പൗരുഷം കൊണ്ടാണോ കാര്യം നടക്കുന്നത്, അല്ല ഡെസ്റ്റിനിയാണോ, വിധിയാണോ? ഒരു ചോദ്യമാണ്. ഇവർക്ക് മറിച്ച് ചോദിക്കാൻ നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പൗരുഷം ആരുടെയാ, ഡെസ്റ്റിനി ആരുടെയാ? ഈ പൗരുഷം തന്നെ എന്റെ എന്ന് പറയണേ ഞാനാരാ? ഈ പൗരുഷം തന്നെ ഭഗവാന്റെ സാന്നിധ്യാണ്. ഡെസ്റ്റിനി തന്നെ ഭഗവാന്റെ സ്വരൂപമാണ്. രണ്ടുണ്ട് എന്നുള്ള ഭ്രമം കൊണ്ടാണ് ഈ രണ്ട് ചോദ്യം തന്നെ വരുന്നത്. പൗരുഷം ഭഗവാന്റെ ആണ്. അപ്പോ നമ്മൾ സാധന ചെയ്യുന്നതും അധ്യാത്മ സാധന നമ്മളൊന്നും ചെയ്യണില്ല. കർത്താവ് അവനാണ്, ഭോക്താവും അവനാണ്. പൗരുഷം നൃഷു. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പവർ എവിടെ നിന്ന് വരുന്നു? ഇറ്റ് കംസ് ഫ്രം ഹിം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തിധര സ്വധാംന അന്യാംശ ഹസ്തചരണ ശ്രവണ ത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നമ്മളുടെ അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ വരും. അദ്ദേഹം പറഞ്ഞു, സ്വാമി ഓട്ടോ ഡ്രൈവിങ്ങിലൂടെ തന്നെ ഞാൻ വേദാന്തം പഠിച്ചു എന്ന് പറയും. എനിക്കിപ്പോ ഒരു സംശയവുമില്ല, ഞാൻ കർത്താവേ അല്ല എന്ന് ഞാൻ പഠിച്ചു. എങ്ങനെയാ അതിപ്പോ മനസ്സിലായതെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞത്, ഓട്ടോ ഞാൻ എടുക്കും, എവിടേക്കൊക്കെയോ പോകും, വളരെ അപകടമായ റോട്ടിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടാവും. ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുക, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, എവിടെയോ ആണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഓടിച്ചിട്ടുണ്ടാവും, ഗിയർ ഇട്ടിട്ടുണ്ടാവും, അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടാവും, ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടാവും, അപകടമായ വഴി കൂടെ ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് എനിക്ക് കുറെ കഴിഞ്ഞപ്പോ മനസ്സിലായി, ഞാനല്ല ഓടിക്കുന്നത്. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. മൂപ്പര് കുറെ വിഷമുണ്ട്, കടമുണ്ട്, എല്ലാം ഉണ്ട്, സന്തോഷമായിട്ടിരിക്കും. കടം വാങ്ങിച്ചിട്ടുള്ള ആള് വന്ന് മൂപ്പരുടെ അടുത്ത് ചോദിക്കും, മൂപ്പര് നിങ്ങൾക്ക് തരാനുള്ളതാണെങ്കിൽ എന്റെ കയ്യിൽ പണം വരും, നിങ്ങൾക്ക് തരാനില്ലാത്തതാണെങ്കിൽ എന്റെ കയ്യിൽ വരില്ല. പ്രശ്നമില്ല. മൂപ്പര് പിന്നെ ചിലര് കൊടുക്കില്ല, എന്നാലും ചിലര് കൊടുക്കും, സന്തോഷമായിട്ടിരിക്കും. നമ്മളുടെ ഉള്ളിലുള്ള കർത്തൃബുദ്ധി, അഭിമാനം പോയാൽ തന്നെ നമ്മൾ സ്വതന്ത്രരാകും. എല്ലാം ഭഗവാനാണ് എന്നുള്ളത്, ഇങ്ങനെ കല്ല് മണ്ണ് ഭഗവാൻ മാത്രമല്ല, നമ്മളുടെ ഉള്ളില് പൗരുഷമായിട്ടിരിക്കുന്നത് ഭഗവാന്റെ ഫോഴ്സാണ്. യാ ദേവി സർവഭൂതേഷു ചേതനേത്യഭിധീയത്തെ നമസ്തസ്യൈ 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 നമോ നമഃ. ചേതന എന്ന് വെച്ചാൽ പൗരുഷം തന്നെ.
അഹോ പുരുഷിക എന്ന് സൗന്ദര്യലഹരിയിൽ ഒരു ശ്ലോകം വരും. അഹോ പുരുഷിക. പൗരുഷം ഋഷു. അടുത്ത ശ്ലോകം. പുണ്യോ ഗന്ധഃ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. പുണ്യഃ സുരഭിഃ ഗന്ധഃ പൃഥിവ്യാം അഹം തസ്മിന്മയി ഗന്ധഭൂതേ പൃഥിവീ പ്രോതാം. ശരിക്കും ധ്യാനിക്കുമ്പോ ഓർത്തോള, മൂക്കിലെ മണം, മണത്തിന് പേരാണ് മൂക്ക്, അല്ലാതെ ഈ നീളമായിട്ടുള്ള യന്ത്രത്തിന് പേരല്ല. ദ പവർ ടു സ്മെൽ, അതാണ് മൂക്ക് എന്ന് പറയുന്നത്. അത് തന്നെയാണ് പൃഥിവി. മണമാണ് ഭൂമി. നാവ് രസം, രുചി, അതാണ് ജലം. കണ്ണ് ദൃശ്യം, അതാണ് അഗ്നി. ചെവി ത്വക്ക്, അതാണ് വായു. ചെവി, അതാണ് ശബ്ദം, ആകാശം. ഇങ്ങനെ പഞ്ചഭൂതങ്ങളും നമ്മളുടെ ശരീരത്തിലുണ്ട്. പ്രപഞ്ചം മുഴുവൻ നമ്മളിലുണ്ട്. കണ്ണില്ലെങ്കിൽ എത്ര വലിയ ജ്യോതിർഗോളമുണ്ടെങ്കിലും പ്രയോജനമില്ല, കാണില്ല. സൂര്യൻ കണ്ണിലാണ് നിൽക്കുന്നത്, ആകാശം ചെവിയിലാണ് നിൽക്കുന്നത്, ഭൂമി മൂക്കിലാണ് നിൽക്കുന്നത്, വായു ത്വക്കിലാണ് നിൽക്കുന്നത്. ഈ ഇന്ദ്രിയങ്ങളൊന്നുമില്ലെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളില്ല. പഞ്ചഭൂതങ്ങളുടെ മൂലരൂപം ശരീരത്തിലാണ്. ഇവിടെ ഭഗവാൻ പറയണത് പുണ്യോഗന്ധ പൃഥിവ്യാം, പുണ്യമായ ഗന്ധം. പുണ്യഗന്ധം എന്നാണ്, എന്നുവെച്ചാൽ സേക്രഡ് ഫ്രാഗ്രൻസ്. നല്ല മഴ പെയ്താൽ മണ്ണിനെ മണക്കാമെങ്കിൽ ആ മണത്തിട്ട് നിങ്ങൾക്ക് ധ്യാനം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല. മഴ പെയ്ത മണ്ണ്, മഴ പെയ്തിട്ട് മണ്ണിൽ നിന്നും വരുന്ന ഗന്ധം, അതിനെയാണ് ഭഗവാൻ ഇവിടെ പുണ്യഃ ഗന്ധഃ എന്ന് പറഞ്ഞത്. ദിവ്യമായ സുഗന്ധം, സൗരഭ്യം. ആ സുരഭി, ആ സൗരഭ്യം ഭഗവാന്റെ ആവിർഭാവമാണെന്നാണ്. എന്നുവെച്ചാൽ അതിലുള്ള ഈശ്വരത്വത്തിന്റെ മാനിഫെസ്റ്റേഷനാണിത്. നമ്മൾ പൂജ ചെയ്യുമ്പോ ഗന്ധം കൽപ്പയാമി എന്ന് പറഞ്ഞ് ചന്ദനത്തിരി കൊളുത്തി വെക്കുന്നുണ്ടല്ലോ. ചന്ദനത്തിരി ഭൂമിയുടെ ഈ പുണ്യഗന്ധത്തിന്റെ പ്രതീകം മാത്രമാണ്. അതായത് മഴ പെയ്യുമ്പോ മണ്ണിൽ നിന്ന് വരുന്ന സുഗന്ധം ഉണ്ടല്ലോ, ആ സുഗന്ധത്തിന് പകരമാവില്ല ചന്ദനത്തിരി. ആ സുഗന്ധം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ചന്ദനത്തിരിയുടെ ഗന്ധമൊക്കെ ദുർഗന്ധമാണ്. മണ്ണിൽ നിന്നും മഴ പെയ്യുമ്പോ ഉണ്ടാവുന്ന ഗന്ധം ഉണ്ടല്ലോ, ആ ഗന്ധം പൃഥ്വിയുടെ ഏറ്റവും ദിവ്യമായ ഗന്ധമാണ്. അത് ഭഗവാന്റെ ആവിർഭാവമാണ്. ഗന്ധവതി പൃഥ്വി, അത് ഭഗവാന്റെ ആവിർഭാവമാണ്, ഈശ്വര സാന്നിധ്യമാണെന്നാണ്. പുണ്യോഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ. പുണ്യോഗന്ധ പൃഥിവ്യാം ച, അത് പൃഥിവിക്ക് പുണ്യത്വം സ്വാഭാവികമായിട്ടുണ്ട്. നാറ്റമൊക്കെ വരുന്നത് മറ്റു വസ്തുക്കളുടെ സംയോഗം കൊണ്ടാണ്. ദുർഗന്ധം വരുന്നത് മറ്റു വസ്തുക്കളുടെ സംയോഗം കൊണ്ടാണ്. നാച്ചുറൽ അതിന് ഫ്രാഗ്രൻസ് ഉണ്ട്. മറ്റു വസ്തുക്കൾ കലർക്കുമ്പോഴാണ് അതിന് ദുർഗന്ധമൊക്കെ ഉണ്ടാവുന്നത്. പുണ്യോഗന്ധ പൃഥിവ്യാംശ. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലും പൃഥിവി അംശ ശുദ്ധമായ ദുർഗന്ധം ഉണ്ടാവില്ല എന്നൊക്കെയാണ് യോഗികളുടെ അഭിപ്രായം. പുണ്യോഗന്ധ പൃഥിവ്യാംശ തേജ അസ്മി വിഭാവസൗ. അഗ്നി, വിഭാവസു എന്ന് വെച്ചാൽ അഗ്നി. അഗ്നിയിലുണ്ടാവുന്ന തേജസ് അത് ഭഗവാന്റെ ആണ്.
പഴയ കാലത്ത് അഗ്നി വീടുകളിൽ വെച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഉണ്ട്. ബ്രാഹ്മണർക്ക് മാത്രമല്ല, ക്ഷത്രിയന്മാർക്കും വൈശ്യന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഔപാസനം എന്നുള്ളൊരു കർമ്മ. ഇപ്പൊ ആളുകൾക്ക് ഒരു ധാരണയുണ്ട് ഔപാസനം ബ്രാഹ്മണർക്ക് മാത്രമാണ്. ഔപാസനം ത്രൈവർണികർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും ക്ഷത്രിയന്മാര് ഔപാസനമുള്ളവർ വടക്കോട്ടൊക്കെ ചിലരൊക്കെ ഉണ്ട്. ഔപാസന കർമ്മം അഗ്നിയെ സൂക്ഷിക്കലാണ്. അഗ്നി അവസാനം അഗ്നി കൊണ്ട് വേണം ശരീരം കത്തിക്കാൻ. അതൊക്കെ കർമ്മകാണ്ഡത്തിന്റെ മീമാംസാ സമ്പ്രദായത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ അഗ്നിയിലുള്ള തേജസ്, ദീപ്തി, അതിനെ ഭഗവാൻ പറഞ്ഞത് എന്റെ സാന്നിധ്യമാണെന്ന്. അപ്പോ അഗ്നിമതി ഉപാസനയ്ക്ക്. അഗ്നി തത്വോപദേശം ചെയ്യും. ഉപനിഷത്തിൽ ഉപകോസലൻ എന്ന ബ്രഹ്മചാരിക്ക് അഗ്നി തന്നെ ബ്രഹ്മോപദേശം ചെയ്യാണ്. ഗുരു ഉപദേശിച്ചില്ല. ഗുരു പറഞ്ഞു നീ അഗ്നി ഉപാസന ചെയ്യുമെന്ന് പറഞ്ഞു പോയി. ഒരു സ്റ്റേജില് അഗ്നി സ്വയമേവ ഉത്ഥാനം ചെയ്ത് പ്രാണോ ബ്രഹ്മ കം ബ്രഹ്മ ഖം ബ്രഹ്മ എന്ന് പറഞ്ഞു. അത് തന്നെ ഉപദേശം. അപ്പൊ അഗ്നിയിൽ ഉള്ള ജ്വാല, പ്രകാശം ഉണ്ടല്ലോ, അത് ഭഗവത് സാന്നിധ്യമാണ്. പഴയ കാലത്ത് അടുപ്പ് കൊളുത്തുമ്പോ ആദ്യം വിറകൊക്കെ വെച്ച് കൊളുത്തി, ആദ്യം അതിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഭഗവത് സാന്നിധ്യം ഭാവനയൊക്കെ ചെയ്ത് അത് വളരെ നാച്ചുറലായിട്ട് സാധാരണയായിട്ടുണ്ടാവും. എന്നിട്ടാണ് പണിയൊക്കെ തുടങ്ങാം അല്ലേ. അപ്പൊ നമുക്ക് എന്തോ രാവിലെ എണീറ്റ് ഗ്യാസ് ഓൺ ചെയ്യണം. ആ അഗ്നിയുടെ കളറിന് വ്യത്യാസമുണ്ട് അല്ലേ. ഇപ്പൊ നീല കളറാണ്, മറ്റേത് സുവർണവർണ്ണാണ്, ഇത് നീല കളറാണ്. ശാസ്ത്രീയമായി നമ്മളിപ്പോ ഒരുപാട് അന്വേഷിക്കാൻ പോണ്ട, വെറുതെ നമ്മുടെ ബുദ്ധിയിൽ എന്തെങ്കിലുമൊക്കെ കയറും, അതുകൊണ്ട് പറയാൻ പോണ്ടാത്. അഗ്നിയുടെ സ്വഭാവത്തില് വ്യത്യാസമൊക്കെ ഉണ്ടെന്നാണ്. ഏത് അഗ്നി ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ച് ആ അഗ്നിയുടെ അംശം ഭക്ഷണത്തിൽ കയറിയിട്ടാണ് ഭക്ഷണത്തിൽ ചൂടും ഭക്ഷണത്തിന്റെ ഉള്ളിലേക്ക് കയറണതും ഒക്കെ അഗ്നി കയറുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ശാസ്ത്രീയമായിട്ട് അഗ്നി ഭക്ഷണത്തിൽ കയറുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? അഗ്നി കയറിയിട്ടില്ലെങ്കിൽ അരി എങ്ങനെ വേവും? അരി വേവണത് അഗ്നി അരിയിൽ കയറി പ്രവേശിച്ചിട്ട് തന്നെയാണ്. അപ്പോ ഏത് അഗ്നിയാണ് അരിയിൽ കയറണത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ആ ഇന്ധനം ഏത് ഫ്യൂവലിൽ നിന്ന് വരുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ് അല്ലെ. ഈ യുക്തി ശരിയാവോ? ഫ്യൂവലിന് പ്രാധാന്യം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ഒരു വിചാരം. ഇപ്പൊ വന്നതാ വിചാരം. എന്താന്ന് വെച്ചാൽ ഏത് ഫ്യൂവലിൽ നിന്നുള്ള ഫയറാണോ വരുന്നത്, ആ ഫയർ ആസ് എ കെമിക്കൽ ഇറ്റ് എൻറ്റേഴ്സ് ദ ഫുഡ്. ഇറ്റ് ഇസ് പ്യുവർ ലോജിക്. അപ്പോ നമ്മള് വിചാരിക്കുന്നത് നമ്മൾ ബുദ്ധിശാലികളാണെന്നാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കാഷ്വൽ ആയിട്ട് പറയും അടുപ്പത്ത് വെച്ച ആഹാരം എന്ത് ടേസ്റ്റ് ആണെന്ന്. ഉടനെ തോന്നുന്നു അടുപ്പത്ത് വെച്ചാൽ എന്താ, ഗ്യാസിൽ വെച്ചാൽ എന്താ, ഒരേപോലെയല്ലേ വേവണത്. സ്വാദ് നോക്കുമ്പോ എന്തോ വ്യത്യാസം തോന്നുന്നുണ്ട്. പക്ഷെ യുക്തി ചിന്തിച്ചപ്പോ നമ്മളുടെ യുക്തി അത്ര കണ്ട് എത്താത്തത് കൊണ്ട് നമ്മൾ എന്ത് പറയും, രണ്ടും ഒരേപോലെയല്ലേ വേവണതെന്ന് പറയും അല്ലേ. പക്ഷേ നമ്മളുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റാണ്. there is certainly a difference. ഇതിപ്പോ ആരെയും ചിന്തിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് ഇപ്പൊ വരുന്നത് ഞാനങ്ങനെ വെളിയിൽ വിടുകയാണ്. ഇതൊക്കെ നോക്കേണ്ടതാണ്. കാരണം ഭക്ഷണത്തിൽ ഇന്ധനം നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് വെട്ടിയെടുത്ത പുളിയോ എന്തെങ്കിലുമൊക്കെ മരമൊക്കെ ആയിരുന്നു. ആ മരത്തിൽ നമ്മൾ തീപ്പെട്ടി കൊളുത്തിയിടുമ്പോ തീപ്പെട്ടിയിലുള്ള തീയല്ല മരത്തിൽ വരണത്, മരത്തിന്റെ ഉള്ളിലുള്ള തീയാണ്. അതായത് മരം തന്നെ അഗ്നിയാണ്. മരം സ്വയമേവ അഗ്നിയായി മാറി ജ്വലിക്കാണ്. തീപ്പെട്ടിയിലുള്ള തീ മരത്തിന്റെ ഉള്ളിലുള്ള തീയെ പുറത്തേക്ക് കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ.
പിന്നെ മരം സ്വയമേവ അഗ്നിയായി മാറി തന്നിലുള്ള പൃഥ്വി അംശമായ കരിക്കട്ടയെ മാത്രം ബാക്കി വിട്ടിട്ട് ജ്വലിച്ച് പാത്രത്തിലോ മറ്റോ ഒക്കെ പ്രവേശിച്ച് അതിനകത്തുള്ള ഭക്ഷണപദാർത്ഥത്തിനെ പാചകം ചെയ്തിട്ട് ബാക്കി അംശം അങ്ങനെ പോവും. അപ്പൊ ആ അഗ്നി ഭഗവാന്റെ ഒരു സാന്നിധ്യ രൂപമാണ്. ആ അഗ്നി, അതിലുള്ള ജ്വാല, പ്രകാശം എല്ലാം. അഗ്നിക്ക് നീല കളറുണ്ട്, അഗ്നിക്ക് സ്വർണവർണ്ണുണ്ട്, 7 വർണ്ണം, സപ്തവർണ്ണ എന്നാണ് അഗ്നിക്ക് പേര് തന്നെ. കാളി കരാളി ച മനോജവാച സുലോഹിതായാച സുധൂമ്രവർണ്ണ സ്ഫുലിംഗിനി വിശ്വരുചി ച ദേവി ലേലായമാന ഇതി സപ്തജിഹ്വാഹ. സപ്തജിഹ്വാഹ 7 നാവ് എന്നാണ്. ഈ 7 നാവുകളോടുകൂടെ അഗ്നി ജ്വലിക്കണം അത്രേ. എന്നിട്ട് 7 നാവുകൾക്ക് നടുവിലാണ് ആഹുതി അർപ്പിക്കേണ്ടത് എന്നൊക്കെ ആഹുതി അർപ്പിക്കുന്നവർക്ക് വിധിക്കുകയാണ് വേദം. ആ അഗ്നിയുടെ സുവർണവർണ്ണ പ്രകാശം ഉണ്ടല്ലോ, അത് ഭഗവത് സാന്നിധ്യമാണ്. എന്ന് വെച്ചാൽ അഗ്നിയുടെ ആത്മാവാണെന്ന് അർത്ഥം. അത് അഗ്നിയിലുണ്ടാവുന്ന ഡിവൈൻ മാനിഫെസ്റ്റേഷൻ ആണത്. അഗ്നിയാണ് വേദത്തിൽ ഏറ്റവും അധികം സ്തുതിക്കപ്പെടുന്ന ദേവത. ഇന്ദ്രനും അഗ്നിയും. അവിടെ നമ്മളുടെ വിഷ്ണു ശിവനൊക്കെ വളരെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലൊന്നും വേദത്തിലില്ല. പുരാണത്തിൽ കാണുന്ന രീതിയിലൊന്നും വേദത്തിൽ വിഷ്ണുവോ ശിവനോ ഇല്ല. അവിടെ അഗ്നിയും ഇന്ദ്രനുമാണ്. ഏറ്റവും അധികമുള്ള 2 ദേവതകൾ ഇവർ 2 പേരാ. അതിൽ അഗ്നി, ധാരാളം മന്ത്രങ്ങൾ അഗ്നിയാണ്. അഗ്നിയെ പരമേശ്വര സ്വരൂപമായിട്ട്, പരമാത്മസ്വരൂപമായിട്ട് തുടങ്ങുന്നത് തന്നെ അഗ്നിമീലെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം എന്നാണ്. അഗ്നി പൂർവേഭിർ ഋഷിഭിരീഡ്യോ നൂതനൈരുത്. ആ അഗ്നി ഭഗവാന്റെ സ്വരൂപമാണ്. അഗ്നിയിലുള്ള അഗ്നിത്വം, ഫയർ എലമെന്റ്, അത് ഈശ്വരന്റെ സാന്നിധ്യമാണെന്ന് പറഞ്ഞു. നമ്മള് ഈ ഇതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് പഞ്ചഭൂത ലിംഗങ്ങളുണ്ട് തമിഴ്നാട്ടില്. ഭൂമി ലിംഗം കാഞ്ചീപുരത്തില്, ജലലിംഗം ട്രിച്ചിയില്, അഗ്നിലിംഗം അരുണാചലം, വായുലിംഗം കാളഹസ്തി, ആകാശലിംഗം ചിദംബരം. എന്നുവെച്ചാൽ ഈ 5ലും ഭഗവത് സാന്നിധ്യം അറിയാനാണ്. പിന്നെ അതുകൂടാതെ ജ്വാലാമുഖി, അവിടെ അഗ്നി വന്നുകൊണ്ടേയിരിക്കും. നാച്ചുറലായിട്ട് ഗുഹകളിൽ നിന്നൊക്കെ അഗ്നി ഇങ്ങനെ പുറത്തു വരുന്നതൊക്കെ ദേവിയുടെ സ്വരൂപമായിട്ട് ആരാധിക്കാം. ജലത്തിനെ ആരാധിക്കുന്ന സർവ്വസാധാരണം, ഗംഗയും യമുനയും ഒക്കെ. അപ്പോ ഇങ്ങനെ അഗ്നി തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു സർവാണി ഭൂതാനി തദ് ജീവനം. എല്ലാ പ്രാണിജാതങ്ങളും എങ്ങനെയാണോ ജീവിക്കുന്നത്, അവരുടെ ജീവനത്തിന് കാരണമായിട്ടുള്ളത് ഞാനാണ്. ലൈഫ്, അവരുടെ ജീവിക്കാനുള്ള ആശ. ഏതി ജീവന്തം ആനന്ദോ നരം വർഷശതൈരപി. ജീവിക്കാൻ എല്ലാവർക്കും മോഹമാണ്. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ജീവിതം ആനന്ദം കൊണ്ടുവരും എന്നാണ്. അതുകൊണ്ട് തന്നെ ഒന്നിന്റെയും ജീവൻ പറിച്ചെടുക്കാൻ ആർക്കും അധികാരമില്ല. ജീവിക്കാനുള്ള ലൈവ്ലിഹുഡ് നമ്മൾ പറയണ്ടല്ലോ, അതൊക്കെ തന്നെ ഭഗവാനാണ്. ജീവനം സർവഭൂതേഷു തപശ്ശാസ്മി തപസ്വിഷു. തപസ്വികളിലുള്ള തപസ് ഞാനാണെന്നാണ്. എന്നുവെച്ചാൽ തപസ് പോലും സ്വതന്ത്രമായി ഈ വിൽ പവർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. തപസ് എന്ന് പറയണത് അധ്യാത്മശക്തിയാണല്ലോ തപസ് എന്ന് പറയണത്. നമ്മളിലുള്ള വിൽ പവർ, അല്ലെങ്കിൽ ഓരോ കാര്യം ചെയ്യാൻ ക്ഷമ, ഇപ്പൊ പല കാര്യങ്ങളും കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ആ പവറൊക്കെ മനസ്സിന്റെയാണ്. അതൊക്കെ മെന്റൽ പവറാണ്, മൈൻഡ് പവറാണ്. തപസ് എന്ന് പറയുന്നത് മാനസികമല്ലാത്തതും അതിനേക്കാളും ഡീപ്പർ
ലെവലിൽ നിന്നും ആഴത്ത് നിന്നും ഉണ്ടാവുന്ന ചിത് ശക്തിയെയാണ് തപസ് എന്ന് പറയുന്നത്. ആ തപസ് ഗൂഢമസ്തി ശക്തി. ആ ഗൂഢമായ ശക്തി ഉണ്ടല്ലോ, അത് തപസ്വികളിൽ കാണുന്ന ഒരു ഫിനോമിനനാണ്. അത് എന്തൊക്കെ ചെയ്യും? ഇപ്പോ ശാകുന്തളത്തിൽ ദുഷ്യന്തൻ കാട്ടിലേക്ക് പോകുമ്പോ, കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോ തന്നെ മഹർഷിമാരൊക്കെ കണ്ടപ്പോ അവര് പറഞ്ഞു, ഇവിടെ വേട്ടയാടരുത്, കണ്വ മഹർഷിയുടെ ആശ്രമമാണ് ഇവിടെ എന്നാണ്. അപ്പൊ തന്നെ ദുഷ്യന്തൻ വില്ലൊക്കെ അഴിച്ച് ചോട്ടിൽ വെച്ചു, മേൽവസ്ത്രമൊക്കെ എടുത്ത് ഇടുപ്പിൽ കെട്ടി. കൂടെ വരുന്ന ആള് ചോദിക്കുന്നു ദുഷ്യന്തന്റെ അടുത്ത്, എവിടെ പോകണം? നമ്മൾ കണ്വാശ്രമത്തിലേക്ക് പോവാണ്. വിനീതവേഷേണ ഗന്ധവ്യാനി തപോവനാനി നാമ. തപോവനത്തിലേക്ക് പോകുമ്പോ വിനീതവേഷത്തോടു കൂടെ പോണം. തപസ്വികളിൽ ഗൂഢമായ ഒരു ശക്തിയുണ്ട്, ആ ശക്തി വളരെ സൂക്ഷിക്കണം എന്നാണ്. അതാണ് വിശ്വാമിത്രൻ എന്തൊക്കെയോ ശക്തി ആർജിച്ച് എന്തൊക്കെയോ അസ്ത്രങ്ങളൊക്കെ അയച്ചു വസിഷ്ഠന്റെ നേരെ. വസിഷ്ഠൻ ഒരു ദണ്ഡം മുമ്പിൽ വെച്ചതേ ഉള്ളൂ, ഈ കാമധേനുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വിശ്വാമിത്രന്റെ വസിഷ്ഠന്റെ അടുത്ത് യുദ്ധം ചെയ്യാമെന്നു എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ അസ്ത്രം അയച്ചു. എല്ലാ അസ്ത്രവും വസിഷ്ഠന്റെ ആ യോഗദണ്ഡത്തിൽ തന്നെ അസ്തമിച്ചു പോയി എന്നാണ്. അപ്പോഴാണ് വിശ്വാമിത്രൻ പറയുന്നു, അഹോ ബലം, ദിഗ്ബലം, ക്ഷാത്രബലം, ബ്രഹ്മതേജോ ബലം ബലം. പഴയ കാലത്തെ ആളുകൾ ഒരു 100 വർഷം മുമ്പ് പോലും, 100 വർഷം കൂടെ പോണ്ട, ഒരു 60-70 വർഷം മുമ്പ് പോലും നമ്മളുടെ സമൂഹത്തില് ഈ ശക്തിയെ ആളുകൾ ഭയന്നിരുന്നു. ഇവിടെ ബ്രാഹ്മണരെ ബഹുമാനിച്ചിരുന്നത് ഈ ശക്തി കൊണ്ട് മാത്രമാണ്. ഇതില്ലെങ്കിൽ ബഹുമാനമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ശരീരബലത്തിൽ ബ്രാഹ്മണന് ഒരു ചുക്കൂല്ല. ശരീരബലം എന്താ ഉള്ളത്? ഈ ഒരു ശക്തിയെ പരമ്പരയായിട്ട് ഇവിടെ ഉള്ളവർ കണ്ടിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് പോലും കേട്ടിട്ടുണ്ട്. പൊതുവേ ബ്രാഹ്മണർക്ക് ദാരിദ്ര്യമാണ്. നമ്മളിന്ന് ചരിത്രം എഴുതുമ്പോഴൊക്കെ ബ്രാഹ്മണർ മറ്റുള്ളവരുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചു, അങ്ങനെയൊക്കെ കഥകളും, പിന്നെ സാഹിത്യകാരന്മാര് എല്ലാവരും ബ്രഹ്മദ്വേഷികളാണല്ലോ. അപ്പൊ കഥ എഴുതുന്നവരൊക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് കുറച്ചുപേരങ്ങനെ ഉണ്ടായിരുന്നുണ്ട്. അവര് ബാക്കിയുള്ളവർക്കൊക്കെ ദൂഷ്യപേര് വാങ്ങിച്ചു കൊടുത്തു എന്നല്ലാതെ മെജോറിറ്റി ദാരിദ്ര്യത്തിലും കഷ്ടത്തിലും ഒക്കെയാണ് ഇരുന്നിരിക്കുന്നത്. കുറച്ചാളുകള് എല്ലാ സമൂഹത്തിലും ഉണ്ടാവും. അവർക്ക് അതിന്റെ ലക്ഷണമൊട്ട് ഉണ്ടാവും. ഇല്ലാതാനും അവർ ബാക്കിയുള്ളവർക്ക് ദുഷിച്ച പേര് വാങ്ങിച്ചു കൊടുക്കും. ഇപ്പൊ സന്യാസി സമൂഹം എന്ന് വെച്ചാൽ 1-2 സന്യാസി ദുഷിച്ചാൽ മതി, എല്ലാ സന്യാസിക്കും പേര് ദൂഷ്യായി. അപ്പൊ അന്ന് കടം ചിലപ്പോ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ബ്രാഹ്മണൻ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടെങ്കിൽ ഒരു നിവൃത്തിയില്ല, കടം തിരിച്ച് കിട്ടണില്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ വീട്ടിൽ പോയി ഊണ് കഴിക്കാതിരിക്കും. സത്യാഗ്രഹം. ഊണ് കഴിക്കാതിരുന്ന് പേടിയാണ് അവർക്ക്. എന്നുവെച്ചാൽ മുഴുവൻ കുടുംബം നശിച്ചു പോകുന്നതാണ്. ഒക്കെ നശിച്ചു പോയി കളയും എന്നൊരു ഭയം ഉണ്ടായിരുന്നു. അത് വേദം തന്നെ പറയേണ്ടത് വൈശ്വാനര പ്രവിശത്തി എന്നാണ്. ഇവൻ അഗ്നിയായിട്ടാണ് ഉള്ളിലേക്ക് കയറി വരുന്നത് എന്നാണ്. സൂക്ഷിച്ചോളും, വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ചുട്ടുകളയുന്നതാണ്. വൈശ്വാനര പ്രവിശതി അതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ തസ്യേതാം ശാന്തിം കുറുവന്തി ഹരവൈവസ്വതോതകം. യമൻ പോലും ഭയപ്പെടുകയാണ്. യമനോട് പറയാണതാ, ആ നച്ചികേതസ് ഉള്ളിൽ വന്നിട്ടുണ്ടല്ലോ, വളരെ സൂക്ഷിച്ചോളാം. അപ്പൊ ആ തപസ് എന്ന് പറയണത് some kind of spiritual emanation which comes from deeper level. അത് അഗ്നി പോലെ തന്നെയാണ്. അത് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, കുറച്ചു കാലം ഒരാൾ തപസ് ചെയ്തിരുന്ന സ്ഥലം ശുദ്ധമാവും, അവിടെയുള്ള സൈക്കിക് അറ്റ്മോസ്ഫിയർ ശുദ്ധമാവും, ആ താമസിച്ച മുറി ശുദ്ധമാവും. ഇതൊക്കെ നിങ്ങൾ മഹാപുരുഷന്മാർ താമസിച്ച സ്ഥലമൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ സാന്നിധ്യം, ആ ശക്തി നമുക്ക് ഇറ്റ് ഈസ് അൺഡിനയബിൾ.
വളരെ നമുക്ക് വ്യക്തമായി ഈ തൂണൊക്കെ തൊടണ പോലെ അതിനെ തൊടാൻ നമുക്ക്. നോട്ട് വിത്ത് കൈ കൊണ്ടല്ല, നമുക്കറിയാം അതിന്റെ സാന്നിധ്യം. ആ ശക്തിക്കാണ് ഭഗവാൻ ഇവിടെ തപസ് എന്ന് പറയുന്നത്. തപസ്വികളിൽ വ്യക്തമായി കാണുന്നതും അവർക്ക് ചുറ്റും തളം കെട്ടി നിൽക്കുന്നതുമായ ശാരീരികമോ മാനസികമോ അല്ലാത്തതായ സ്പന്ദന രൂപമുണ്ടല്ലോ, തപസ്, തപശക്തി, അത് ഞാനാണെന്നാണ്. അതായത് അവരുടെ അഭിമാന ലേശമില്ലാതെ അവരിൽ നിന്നും പുറത്തു വരുന്നതായ ശക്തിവിശേഷമാണത്. ആ ശക്തി ഞാനാണ്. തപശ്ചാസ്മി തപസ്വിഷു. വാൽമീകി രാമായണത്തിൽ വിശ്വാമിത്രൻ അങ്ങനെ ദശരഥന്റെ അടുത്തേക്ക് കയറി വരുന്നു, രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അകത്തേക്ക് വരുമ്പോ ഈ വിശ്വാമിത്ര മഹർഷിക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഒരു തപസ്വി, രാജാവല്ല, ജനങ്ങളെല്ലാരും ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഉമ്മർത്ത് വന്ന് ഭടന്മാരോട് പറഞ്ഞു, ഞാൻ വന്നിട്ടുണ്ട് ചെന്ന് പറയുന്നു. അകത്ത് ചെന്ന് ദശരഥന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ നമുക്ക് കഥ അറിയാം. രാമലക്ഷ്മണന്മാരെ ചോദിക്കുന്നു. ദേഷ്യത്തോടെയൊക്കെയാണ് വിശ്വാമിത്രൻ പെരുമാറുന്ന പോലെ തോന്നുമെങ്കിലും വസിഷ്ഠന്റെ വാക്കാണ് നമുക്ക് നോക്കേണ്ടത്. ദശരഥന്റെ അടുത്ത് വസിഷ്ഠൻ പറയാണ്, രാമലക്ഷ്മണന്മാരെ ചോദിക്കണു, ധൈര്യമായിട്ട് കൊടുക്കൂ. അദ്ദേഹം ഒന്ന് ഹും എന്ന് പറഞ്ഞാൽ മതി, അസുരന്മാരൊക്കെ പോവും. എന്നിട്ടും ഈ രാമലക്ഷ്മണന്മാരെ ചോദിക്കാൻ വന്നിരിക്കണമെന്ന് വെച്ചാൽ അയാൾക്ക് രാമലക്ഷ്മണന്മാരൊന്നും ആവശ്യമില്ല. നിധാനം തപസാമിമം, തപസ്സിന്റെ വലിയ ഡൈനമാണത്. കൂടെ പറഞ്ഞയക്കുമെന്നാണ്, അനുഗ്രഹം ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് കുട്ടികളെ പറഞ്ഞയക്കുന്നു. രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണെന്നാണ് വിശ്വാമിത്രനെ കാണാനായിട്ട്. ഒരാളും ഒരു സൂചി ചോട്ടിലിട്ട ശബ്ദം കേൾക്കും. ഇദ്ദേഹമോ ഗംഭീരമായിട്ടാണ് നടുവ് കൂടെ നടക്കുന്നത്. രാമലക്ഷ്മണന്മാര് കൊച്ചുകുട്ടികളെ വളരെ അച്ചടക്കത്തോടുകൂടെ പുറകെ നടക്കുന്നുണ്ട്. സരയൂ തീരത്തിലെത്തിയതും വിശ്വാമിത്രൻ അത്രയും നേരം ഒരു വാക്കും മിണ്ടില്ല. സരയൂ തീരത്തിലെത്തി. അധ്യർദ്ധയോജനാം ഗത്വാ സരയുവാഹ ദക്ഷിണേ തടേ രാമേതി മധുരാം വാണീം വിശ്വാമിത്രോഭ്യഭാഷത. വാൽമീകിയുടെ മാധുര്യം അവിടെയാണ് വരുന്നത്. ഗംഭീരമായിട്ട് നടന്ന വിശ്വാമിത്രൻ ആ സരയൂ തീരം എത്തിയതും അധ്യർദ്ധയോജനാം, ഒരു അർദ്ധയോജന കഴിഞ്ഞു. ജനങ്ങളൊന്നുമില്ല, തനിച്ചായപ്പോ അങ്ങനെ തിരിഞ്ഞങ്ങോട്ട് നോക്കിയത്രേ രാമനെ. തിരിഞ്ഞു നോക്കിയിട്ട് രാമേതി മധുരാം വാണീം, രാമ എന്ന് മധുരമായിട്ട് വിളിച്ചു. അതോടുകൂടെ മുത്തശ്ശന്റെ അടുത്ത് പേരക്കുട്ടികളെ പോലെ രണ്ടു കുട്ടികളും കയറി മടിയിൽ കയറിയിരുന്നു. അത്രയും നേരം പേടിച്ചിരുന്നതാ. പിന്നെ കഥ പറഞ്ഞു കൊടുക്കലും ഉപദേശിച്ചു കൊടുക്കലും മന്ത്രോപദേശവും ഒക്കെയാണ്. രാമായണത്തിലെ ഏറ്റവും പ്രധാന ക്യാരക്ടർ വിശ്വാമിത്രനാണ്. ഇവരെ കണക്ട് ചെയ്യണം, സീതാപരണയും എല്ലാത്തിനും മൂലകാരണം. പക്ഷെ ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹം മറഞ്ഞുപോയി. അവര് ഈശ്വരന്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ്. അവരുടെ തപസ്, അവരുടെ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ തപസ് ചെയ്ത പോലെയല്ല. ആ തപസ് ലോകമംഗളത്തിനായി. അവര് പിക്ചറിലൊന്നുമില്ല. ആ തപസ് എവിടെ കൊടുക്കണോ അവിടെ കൊടുത്ത് അവർ പോയി. തപശ്ശാസ്മി തപസ്വിഷു. അഗസ്ത്യൻ, ഇവരൊക്കെ രാമായണത്തിൽ നമുക്ക് തപസ്വികളുടെ കൂട്ടത്തില് കാറ്റഗറിയിൽ കാണുന്നവരാണ്. തപശ്ശാസ്മി തപസ്വിഷു. അഗസ്ത്യനെ കാണാനായിട്ടാണ് ശ്രീരാമചന്ദ്രൻ വടക്ക് ദിക്കിൽ നിന്ന് തെക്കോട്ടേക്ക് വരുന്നത്. ദക്ഷിണ ദിക്കിലേക്കുള്ള പ്രസ്ഥാനം തന്നെ രാമായണത്തിൽ ഉദ്ദേശം അഗസ്ത്യനെ കാണണം. നടക്കുന്നത് എന്തൊക്കെയോ നടന്നു, സംഭവങ്ങൾ എന്തൊക്കെയോ നടന്നു. പക്ഷെ രാമന്റെ യാത്രയുടെ ഉദ്ദേശം അഗസ്ത്യനെ കാണലാണ്. അഗസ്ത്യനെ കാണാനായിട്ടാണ് വരുന്നത്. അഗസ്ത്യാശ്രമത്തിലേക്ക് അടുത്തു വരുമ്പോ മാത്രം കാനനം മുഴുവൻ പ്രശാന്താണെന്നാണ്. ആ വനം മുഴുവൻ പ്രശാന്താണ്, സർവത്ര ശാന്തി. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ രാക്ഷസന്മാരെ ഒരുപാടുണ്ട്. അവരൊക്കെ മഹർഷികളെയൊക്കെ തിന്നിട്ട് കൂട്ടിയിട്ടിരിക്കണു. ഈ സ്ഥലത്ത് വരുമ്പോ വളരെ പ്രശാന്താണ്.
അപ്പൊ ശ്രീരാമൻ തന്നെ ചോദിക്കുന്നു, എന്താ ഇവിടെ മുഴുവൻ ശാന്തമായിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇവിടെ രാക്ഷസന്മാരെ വിഴുങ്ങുന്ന മുനിയാണ്. രണ്ടുപേരെ അകത്താക്കി എന്നാണ് കഥ. വാതാപി ജീർണോഭവ എന്നുവെച്ചാൽ എന്താ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് വിപരീതമായ വസ്തുക്കളൊന്നും വ്യക്തികളൊന്നും അവിടെ നിൽക്കുന്നില്ല. ആ സന്നിധി തന്നെ പ്രശാന്തമാക്കിയിരിക്കുന്നു കാനനത്തിനെ. ആ തപസ് ഭഗവത് സാന്നിധ്യമാണ്. അഗസ്ത്യനാണ് ഭഗവാന് ബ്രഹ്മാസ്ത്രവും വൈഷ്ണവ ധനുസ്സും ഒക്കെ കൊടുക്കണത്. രാമായണത്തിൽ മുഴുവൻ തപസ്വികളെയൊക്കെ കണ്ടുകൊണ്ട് അവരുടെ തപസ്സൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് രാമൻ പോണത്. രാവണവധത്തിന് പോകുമ്പോൾ ഈ തപസ്സൊക്കെ ചേർന്നിട്ടാണ് അവിടെ പോയി പൊട്ടണത്. വിവേകാനന്ദ സ്വാമികളോട് ശരത്ചന്ദ്ര ചക്രവർത്തി ചോദിച്ചു, പാർലമെന്റ് ഓഫ് റിലീജിയനില് എങ്ങനെയാ ഒരു 4 വാക്ക് പറയുമ്പോഴേക്കും ജനങ്ങളൊക്കെ ഇങ്ങനെ എല്ലാരും ആവേശഭരിതരായത്? അപ്പോ വിവേകാനന്ദ സ്വാമി പറയണു, ഞാൻ ഭാരതം മുഴുവൻ നടന്നു, അനേകം തപസ്വികളെ കണ്ടു, അവർക്കാർക്കും ഇങ്ങനൊരു കാര്യം ചെയ്യാനുള്ള നിയതിയില്ല, പക്ഷെ അവരുടെ എല്ലാവരുടെയും ഇച്ഛാശക്തിയാണ് ആ വാക്കുകളുടെ പുറകിൽ നിന്നത് എന്നാണ്. ഐ വാസ് ഓൺലി എ ചാനൽ. തപശ്ചാസ്മി തപസ്വിഷു ജീവനം സർവഭൂതാനാം തപശ്ചാസ്മി തപസ്വിഷു. അടുത്ത ശ്ലോകം തപഹാച അസ്മി തപസ്വിഷു തസ്മിൻ തപസി മയി തപസ്വിനഃ പ്രോതഃ. വളരെ ആശ്ചര്യം ഭാഷ്യം. തപസ് എന്റെ സ്വരൂപമാണ്. എന്റെ സ്വരൂപമായ തപസ്സില് ഋഷികൾ പ്രോതന്മാരാണെന്നാണ്. നോക്കണം, പുണ്യോഗന്ധ പൃഥിവ്യാം ച മുതൽ എല്ലായിടത്തും നോക്കിയാൽ ആദ്യ സൂത്രേ മണിഗണായിവ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. ആ എക്സാമ്പിൾ എല്ലാത്തിനോടും ആ ദൃഷ്ടാന്തം ചേർക്കണം. പുണ്യോഗന്ധ പൃഥിവി, ആ പുണ്യഗന്ധം എന്ന് പറഞ്ഞാൽ ഈ ചരടിന്റെ സ്വഭാവമാണ് പുണ്യഗന്ധം. ചരടിന്റെ സ്വഭാവമാണ് തപസ്. ചരടിന്റെ സ്വഭാവമാണ് പൗരുഷം. ചരടിന്റെ സ്വഭാവമാണ് എന്തൊക്കെ ദിവ്യമായിട്ടുണ്ടോ അതൊക്കെ ഈ ആത്മാവിൽ സത്തയിൽ ഉണ്ട്. Those who get connected with it becomes channel for that stream to flow, that source to manifest. അവര് തപസ് എന്നുള്ള ഭാവത്തോടുകൂടെ സത്തയിലിരിക്കുമ്പോ സത്തയുടെ സ്വാഭാവികമായ തപസ് അവരിൽ മാനിഫെസ്റ്റ് ആവുകയാണ്. തപസ് അവരുടെയല്ല, സത്തയുടെയാണ്. ഈശ്വരന്റെ എന്ന് പറയുമ്പോൾ നമ്മള് എന്തോ ധരിക്കേണ്ട, ഈ സത്ത അന്തര്യാമി ചരട്, ആ മണിഗണാഹ, ആ സൂത്രത്തിന്റെയാണ് തപസ്, സൂത്രത്തിന്റെയാണ് പുണ്യഗന്ധം, സൂത്രത്തിന്റെയാണ് എല്ലാ ദിവ്യത്വവും. ആ ദിവ്യത്വം ഉപാധിയില് മാനിഫെസ്റ്റ് ആവാണ്. തപശ്ചാസ്മി തപസ്വിഷു. അപ്പോ ഭഗവത് സ്വരൂപമായ തപസ്സില് തപസ്വികള് ഇരിക്കണു എന്നാണ്. തപസ്സുണ്ട്, തപസ്സിലിരിക്കുന്നു. ദിവ്യത്വമുണ്ട്, ദിവ്യത്വത്തിൽ ഇരിക്കും. ഓൾറെഡി ഇറ്റ് ഈസ് ദേർ, അതിലിരിക്കണം. എത്രയുള്ളൂ? രസരൂപമായ ഭഗവാനിൽ ജലമിരിക്കട്ടെ. അടുത്ത ശ്ലോകം നോക്കും. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസ്തേജസ്വിനാം അഹം. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. സനാതനമായ ബീജം, ബീജം എന്ന് വെച്ചാൽ വിത്ത്. സർവപ്രാണികൾക്കുമുള്ള ഏക ബീജം ഭഗവാനാണ്, ആത്മാവാണ്. ആത്മാവാകുന്ന ബീജത്തിലാണ് എല്ലാറ്റിന്റെയും ആവിർഭാവം. സർവഭൂതാനാം മാം ബീജം വിദ്ധി. എന്നെ ബീജമെന്ന് അറിയൂ. ബീജം മാം സർവഭൂതാനാം വിദ്ധി സനാതനം ബീജം. സനാതനം എന്ന് വെച്ചാൽ ആദി അന്തരഹിതം എന്നർത്ഥം. ആദിയും അന്തമൊന്നുമില്ലാത്ത ബീജം, ഒരു
ബീജമുണ്ട്, പൂർണ്ണ ബീജം. ആ ബീജത്തിലാണ് എല്ലാം ഉണ്ടാവണത്. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർ ബുദ്ധിമതാമസ്മി. ഇവിടെ ഭഗവാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ് എല്ലാ ക്വാളിറ്റീസിനും, എല്ലാ ദിവ്യമായ ആവിർഭാവങ്ങൾക്കും ഞാൻ തന്നെ ബീജം. എന്നുവെച്ചാൽ ആത്മാ തന്നെ ബീജം. എന്ത് വേണോ അവിടെ നിന്ന് കറന്നെടുക്കാം. കറക്കാൻ കുട്ടി വേണമെന്ന് മാത്രം. ഭാഗവതത്തിൽ പൃഥുചരിത്രത്തിൽ ഇത് സിംബോളിക്കായിട്ട് പറഞ്ഞു. അസുരന്മാര് വന്ന് കറഞ്ഞാൽ അവർക്ക് വേണ്ടത് കിട്ടും, ദേവന്മാര് വന്ന് കറഞ്ഞാൽ അവർക്ക് വേണ്ടത് കിട്ടും, മനുഷ്യർ വന്ന് കറഞ്ഞാൽ അവർക്ക് വേണ്ടത് കിട്ടും. ഈ പശു കറവക്കുട്ടിക്ക്, കന്നുകുട്ടിക്ക് അനുസരിച്ച് ചൊരത്തും. എന്താ കറക്കേണ്ടതെന്ന് വെച്ചാൽ കറക്കണം. കറവക്കാരനെയും കന്നുകുട്ടിയും ആശ്രയിച്ചിരിക്കും കറന്നെടുക്കുന്ന വസ്തു. സർവമസ്തി ചിതഃകോശേന, സർവമസ്തി ചിതഃകോശേ. ചിത്തിന്റെ ബാഗിന്റെ ഉള്ളിൽ, സഞ്ചിയുടെ ഉള്ളിൽ എല്ലാം ഉണ്ട്. യസ് സർവജ്ഞഃ യസ് സർവവിത്ത് യസ്യ ജ്ഞാനമയം തപഃ ദിവ്യേ ബ്രഹ്മപുരേ ഹ്യേഷ വ്യോമ്നി ആത്മാ പ്രതിഷ്ഠിതഃ മനോമയഃ പ്രാണശരീരനേതാ പ്രതിഷ്ഠിതോ അന്നേ ഹൃദയം സന്നിധായ തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാഃ ആനന്ദരൂപം അമൃതം യത് വിഭാതി. എന്ത് വേണോ അത് അവിടെ ആവിർഭവിക്കും. എല്ലാറ്റിന്റെയും ഏകബീജമാണത്. പഴയ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു ചട്ടി കൊടുത്തു, അതിൽ ഇന്ന് എന്തു കൂട്ടാൻ വേണോ അത് പറഞ്ഞാൽ മതി, അത് വരും. സാമ്പാർ വേണോ സാമ്പാർ വരും, രസം വേണോ രസം വരും, ഇഡ്ഡലി വേണോ ഇഡ്ഡലി വരും, ദോശ വേണോ ദോശ വരും, പായസം വേണോ പായസം വരും. ഇങ്ങനെയൊക്കെ കഥ കേട്ടിട്ടുണ്ട് നമ്മള്. അതുപോലെ ഒരു പാന നമ്മളുടെ ഉള്ളിലുണ്ട്. അത് എല്ലാറ്റിന്റെയും ആവിർഭാവത്തിന് മൂലരൂപമാണ്. സകലതും അതിനകത്തു നിന്ന് വരും. എന്തു ചോദിക്കണോ അത് വരും, എന്ത് വിളിക്കണോ അത് വരും, എന്തിനെ ആവാഹനം ചെയ്യണോ അത് വരും. പക്ഷെ ആവാഹനം ചെയ്യാനുള്ള ശക്തി പുറത്തു വേണം. സർവം. അപ്പൊ അതാണ് ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. ബുദ്ധിർ ബുദ്ധിമതാമസ്മി. ഒരു ബുദ്ധിശാലിയുടെ ബുദ്ധി ഉണ്ടല്ലോ, അത് ഞാനാണെന്നാണ്. ബുദ്ധിർ ബുദ്ധിമതാം അസ്മി. വിവേകശക്തി അന്തഃകരണസ്യ ബുദ്ധിമതാം വിവേകശക്തിമതാം. വിവേകത്തിനാണ് ബുദ്ധിന്ന് പേര്. മനുഷ്യനെ നമ്മള് മനുഷ്യൻ എന്ന് വിളിക്കുന്നത് ശരീരം കൊണ്ടല്ല, ഈ വിവേകം കൊണ്ടാണ്. അത് ഒരാളിൽ മാനിഫെസ്റ്റായി കാണുമ്പോൾ ഭഗവാന്റെ ആവിർഭാവമാണ്. തേജസ് തേജസ്വിനാമഹം. തേജസ്വികളുടെ തേജസ് ഞാനാണ്. തുടർന്ന് നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണ.